ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, 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 ആരാധന. Thank you, Jesus. Thank you, Holy Spirit. Thank you, Mother Mary. Thank you, Lord, for your grace and your mercy. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തില് ലൂക്ക് ചാപ്റ്റർ 10 വേഴ്സ് 38 ഓൺവേർഡ്സ്, ഈശോ മർത്തായുടെ മറിയയുടെ ഭവനത്തിൽ ഈശോ കടന്നു വന്നപ്പോഴത്തേക്കും ഈശോ മർത്തായോട് പറയുന്നുണ്ട്, ലോർഡ് ആൻസർ, യു worried and upset about many things, you are not at rest. നീ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വറി ചെയ്യുന്നു, അവിടെ മാർത്തയുടെ വീട്ടിൽ ചെന്നപ്പോൾ മാർത്ത ഇങ്ങനെ ഈശോ കടന്നു വന്നപ്പോൾ, ഈശോ വീട്ടിൽ വന്നതിന്റെ തിരക്കില് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ റെഡിയാക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. അപ്പോൾ ഒരാള് ഈശോയുടെ കാൽ കീഴിൽ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഈശോ പറയുന്നു, but few things are needed, or indeed only one. Mary has chosen what is better, and it will not be taken away from her. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ മറ്റു സാഹചര്യങ്ങളെ നോക്കാതെ നമ്മുടെ സോഴ്സ് ഓഫ് ഓൾ ബ്ലെസ്സിങ്സ്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ബ്ലെസ്സിങ്സിന്റെ സോഴ്സ് ഈശോയാണ്. അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കി ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ, ഡിസ്ട്രാക്ഷൻസ് എല്ലാം വിട്ട് ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് നമ്മളിലേക്ക് ആവശ്യമുള്ളതെല്ലാം കടന്നു വരും. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 7 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. ഇവിടെ മേരി കർത്താവിനെ ആശ്രയിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ഈശോ വന്നപ്പോൾ ഈശോനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും, വേറെ എങ്ങോട്ട് നോക്കുന്നില്ല, ഈശോയുടെ മുഖത്തേക്ക് മാത്രം നോക്കിയിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ മുഖത്ത് നോക്കി നിൽക്കുന്ന വ്യക്തിയുടെ പ്രത്യാശ ഈശോ തന്നെയാണ്. ഹല്ലേലൂയ. നമ്മൾ മറ്റു കാര്യത്തിലേക്ക് വറിയാകുമ്പോൾ ഒരിക്കലും നമുക്കൊരു പെർഫെക്ഷൻ കിട്ടത്തില്ല. എന്നാൽ ഈശോയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈശോ നമ്മളെ വഴി നടത്തുമ്പോൾ, ഈശോ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നിങ്ങൾക്ക് മുൻപേ നിങ്ങളെ വഴി നടത്തുന്ന നല്ല ഇടയനാകുന്നു. സോ വെൻ യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, യു ഡോണ്ട് ഫീൽ ദാറ്റ് ഇംപെർഫെക്ഷൻ. നമ്മൾ പരിശുദ്ധാത്മാവിൽ ലെഡായി മുൻപോട്ട് പോകുമ്പോൾ ആ ഇംപെർഫെക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. Those who are led by the Holy Spirit are sons, they are children of God. ഇന്ന് ഈശോ ആഗ്രഹിക്കുന്നത് ഈ ഓസ്ട്രേലിയ കൂട്ടായ്മയിലുള്ള നമ്മൾ ഓരോരുത്തരും ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പെന്തക്കോസ്ത് തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവെന്ന നല്ല സ്നേഹിതന്റെ കൂടെ നടക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓസ്ട്രേലിയയുടെ കൂട്ടായ്മയെ നയിക്കുന്ന, ഓസ്ട്രേലിയ കൂട്ടായ്മയെ മുൻപോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ലീഡറായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവെന്ന സഹായകനിലൂടെ വഴി നടത്തപ്പെടുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഞങ്ങൾ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. അപ്പസ്തലന്മാരും ഈശോയുടെ ശിഷ്യന്മാരുമായിരുന്നവര് പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നപ്പോഴാണ് അവർക്ക് ആത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാനിടയായി തീർന്നത്. നമുക്കറിയാം, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തില് അതിന്റെ 2-ാം വചനത്തില് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഈ വചനം നമ്മുടെ ബൈബിളിലുണ്ട്. നമ്മുടെ ബൈബിളിൽ എഴുതിയേക്കുന്ന വചനമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 2-ാം തിരുവചനം. ഭാഷാവരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ ഒന്നായ ഭാഷാവരത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നു, നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കുന്നുവെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഇതേ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല.
മറ്റാർക്കും സാധ്യമല്ല, മറ്റാർക്കും സാധ്യമല്ല. ദൈവത്തിന്റെ അന്തർഗതങ്ങൾ, ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക എന്നുള്ളത് ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് കർത്താവിന്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഭാഷാപരത്തിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി സംസാരിക്കുന്നു. ഈ ഒരു കാര്യം ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ റിസൈറ്റ് ചെയ്യുമ്പോഴും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെയുണ്ട്. ബട്ട് വെൻ യു ആർ ഇൻ എ ക്രൈസിസ് പീരിയഡ്, വെൻ യു ആർ ഇൻ എ ഡിഫിക്കൽട്ട് സ്റ്റേജ്, വെൻ യു ആർ ഗോയിങ് ത്രൂ എ ട്രബിൾ സിറ്റുവേഷൻ, വെൻ യു ആർ ഗോയിങ് ത്രൂ ഹാർഡ് ടൈംസ്, വെൻ യു ആർ ഇൻ എ പത്തറ്റിക്, ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാൻ മേലാത്തൊരു ട്രബിൾ സമായിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു ആയുധമാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട്, നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഭാഷാപരത്തിൽ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ പറയുന്നു. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കാം, ഇന്ന് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് നമുക്ക് ചോദിക്കാം. ഈശോ പറഞ്ഞു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും. 1 കൊരിന്ത്യർ 12:9 പറയുന്നു, ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കുവാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ഒരുങ്ങുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആത്മാവിന്റെ വരദാന ഫലങ്ങളെ നേടുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കുന്നത്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഐ ആം അൺവർത്തി ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, ഐ ആം നോട്ട് ക്വാളിഫൈഡ് എനഫ് ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഹിസ്റ്ററി. എനിക്കൊരു ദൈവമായിട്ടൊരു നല്ല ഹിസ്റ്ററി അല്ല ഉള്ളത്, അതുകൊണ്ട് ഐ മേ നോട്ട് റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ഈശോ പ്രിയമുള്ളവരെ, ഇവിടെ ഈശോ പറയുന്നത് നമ്മൾ അവനിൽ ആശ്രയിക്കുക, പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുക, ഈശോയുടെ പരിഹാര ബലിയിൽ ആശ്രയിക്കുക. ഈശോ നമ്മൾക്ക് വേണ്ടി ബലിയായി തീർന്നു, അതിൽ ആശ്രയിക്കുക, ആശ്രയിക്കുക, ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ദാറ്റ്. ആശ്രയിക്കുക, മറ്റൊന്നിലേക്കും പോകാതെ ഈശോയുടെ പരിഹാര ആശ്രയിക്കുവാൻ ദൈവം നമ്മളോട് പറയുകയാണ്. മറ്റൊന്നിലേക്കും നമ്മുടെ ചിന്ത പോകാതെ ഈശോയുടെ പരിഹാര ബലിയെ നമ്മൾ ആശ്രയിക്കുമ്പോൾ ആ ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തത്തിലൂടെ ഹിസ് ബ്ലഡ് വിൽ വാഷ് all our sins away and gives us a clear consciousness to receive the Holy Spirit. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പൊ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അവിടുത്തെ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. 1 യോഹന്നാൻ 1:7 പറയുന്നു, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈശോയുടെ രക്തത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, നമ്മൾ കുമ്പസരിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, സ്വർഗം ഈശോയുടെ രക്തം കൊണ്ട് നമ്മളെ കഴുകുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. ആ കടന്നു വരുന്ന വ്യക്തി, അതായത് ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും, അവൻ നിങ്ങളെ സകല സത്യത്തിലേക്ക് വഴി നടത്തും, അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഹി വിൽ അബൈഡ് വിത്ത് യു ഫോർ എവർ. നമ്മളെ എന്നെന്നും സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൂടെ വന്നിരുന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണ് പരിശുദ്ധാത്മാവ്. ഹി ഈസ് അവർ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഹി ഈസ് അവർ ഡിയർ ഫ്രണ്ട്, ഹി അക്കംപനൈസ് us. നമ്മളെ വഴി നടത്തുന്നവനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുൻപേ അവൻ നടക്കും. നമ്മളൊരു സ്ഥലത്തോട്ട് ഒരു ഇന്റർവ്യൂവിന് പോകുന്നെങ്കിൽ ആ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് അവിടെ ചെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മളെ വഴി നടത്തും, സഹായിക്കും. He will not put you down. He will help you and he will help you to live a holy life before God. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് സ്തുതിക്കുമ്പോൾ നമ്മൾ ഈശോയോട് പറയണം, കർത്താവെ, ഞാൻ സ്തുതിക്കുമ്പോൾ ഞാൻ മറ്റൊന്നിലേക്ക് നോക്കുന്നില്ല, ഞാൻ അവിടുത്തെ കാൽവരി കുരിശിലെ അങ്ങയുടെ പരിഹാര ബലിയിലേക്ക് ഞാൻ നോക്കുന്നു. ആ തിരുവിലാവിൽ നിന്നൊരു തിരുരക്തത്തിൽ ആശ്രയിക്കുന്ന ഈശോയെ, എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ഈശോയെ. എന്റെ കർത്താവെ, ഇന്ന് എന്റെ ആത്മാവിൽ നിന്റെ ആത്മാവ് നിറയുവാനും എന്റെ ആത്മാവിന് നിന്റെ ആത്മാവിനോട് സംസാരിക്കുവാനും
പ്രാപിക്കുവാനും ഭാഷാവരം നൽകണമേ. ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈശോനെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുന്നു, ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടുന്നു, ശക്തമായ അഭിഷേകം വ്യാപരിക്കുന്നു. യേശുവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. ആരാധന, ആരാധന. അല്പനേരം ഒന്ന് സ്വതന്ത്രമായി സ്തുതിക്കുക. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ ഈ കൂട്ടായ്മയിൽ നിറയപ്പെടുന്നു. സ്വതന്ത്രമായി സ്തുതിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. Hallelujah, 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 hallelujah. Hallelujah, hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ആരാധന, 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 ആരാധന. കൂട്ടായ്മയിലുള്ള നിരവധി മക്കളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ കടന്നു വരുന്നു. ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുക. നമ്മുടെ ആത്മാവിന്റെ അന്തർഗതങ്ങൾ, നമ്മുടെ ആത്മാവിന്റെ വേദനകൾ, നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് ദൈവസന്നിധിയിൽ നമ്മളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി സംസാരിക്കുന്ന നിമിഷമാണ് ഭാഷാവരത്തിൽ സ്തുതിക്കുന്നത്. സ്വതന്ത്രമായ ഭാഷാവരത്തിൽ സ്തുതിക്കുക. പുതിയ ഭാഷാവരങ്ങൾ നൽകി കൂട്ടായ്മേനെ സ്വർഗം അനുഗ്രഹിക്കുന്നു. യേശുവേ മഹത്വം, 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 മഹത്വം. താങ്ക് യു ജീസസ്. ഭാഷാവരം എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കൂടിയുള്ള ഒരു ആയുധമാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഭാഷാവരത്തിൽ സ്തുതിക്കേണ്ടത്. നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഭാഷാവരത്തിൽ സ്തുതിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അല്പനേരം ഭാഷാവരത്തിൽ സ്തുതിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു ഫ്രസ്ട്രേഷൻസ്, വിഷമങ്ങളെല്ലാം അവർ സോൾ ഇറ്റ്സെൽഫ് ഈസ് പ്രേയിങ് ബിഫോർ ഗോഡ്. നമ്മുടെ ആത്മാവ് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ അത് റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. പിതാവാം ദൈവമേ ആരാധന, പുത്രനാം ദൈവമേ ആരാധന, പരിശുദ്ധാത്മ പിതാവാം ദൈവമേ സ്തോത്രം, പുത്രനാം ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവാം ദൈവമേ സ്തോത്രം. പിതാവാം ദൈവമേ ആരാധന, പുത്രനാം ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവാം ദൈവമേ ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവാം ദൈവമേ മാത്രം, പുത്രനാം ദൈവമേ മാത്രം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയാദിയിലെ പോലെ എപ്പോഴും നീക്കുമാമി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുനാമത്തിന് മഹത്വം, ആമേൻ. യേശുനാമത്തിന് പരിശുദ്ധാത്മാവേ, ആരാധന, പരിശുദ്ധാത്മാവേ, സ്തുതി, ശക്തിപ്പെടുത്തണമേ, പുകഴ്ച, ശക്തിപ്പെടുത്തണമേ. സ്തോത്രം. ഹല്ലേലൂയ, പരിശുദ്ധ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, യേശുവേ സ്തുതി. ആരാധന, 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 ആരാധന. ആത്മാവേ Thank you, Jesus. Thank ആരാധന. you, Holy Thank Spirit. you, Thank you, Holy Holy Spirit. Spirit. Thank you, Thank Holy you, Spirit. Jesus. Thank you, Jesus. Thank you, praise the Lord, praise the വിശുദ്ധ Lord. മിഖാൽ മാലാഖയുടെ Hallelujah, ശക്തമായ സാന്നിധ്യം ഈ hallelujah, കൂട്ടായ്മയിൽ കടന്നു വരുന്നു. വിശുദ്ധ hallelujah, മിഖാൽ മാലാഖയുടെ hallelujah. ശക്തമായ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ മലമേ കടന്നു വരുന്നു. സെയിന്റ് മൈക്കിളിന്റെ പ്രസൻസ് ശക്തമായി ഞങ്ങളെ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. രക്ഷിക്കുന്ന സെയിന്റ് വരണമേ. മൈക്കിളിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷൻ ഈ കൂട്ടായ്മയിലേക്ക് പാപത്തിലായിരിക്കുന്ന കടന്നു വരുന്നു. മക്കളെ യേശുവെ നന്ദി, യേശുവെ പാപം സ്തുതി, യേശുവെ വർദ്ധിപ്പിക്കുവാനും ആരാധന, ആരാധന. ഈശോയിലേക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾ തിരിയുവാനുള്ള കൃപ നിറയുമ്പോൾ കൊടുക്കണമേ. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് എല്ലാ ബോൾഡ്നെസ് തരും, വചനങ്ങളെയും ശക്തി ബന്ധിച്ച് തരും. നമുക്ക് ചില ബഹിഷ്കരിക്കണമേ. സാഹചര്യങ്ങളെ ഫേസ് മക്കളെ ചെയ്യാനുള്ള ഒരു ഗ്രേസ് വിധവയുമായ കർത്താവേ, പരിശുദ്ധാത്മാവ് നമുക്ക് തരും. എൻ്റെ വിശുദ്ധ ഈശോയെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം മനസ്സിലേക്ക് 31 മുതലുള്ള തിരുവചനത്തില് അനുസരിക്കുവാനും ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോൾ തന്നെ ചില ഫരിസേയർ വന്ന് യേശുവിനോട് പറഞ്ഞു, ഇവിടെ നിന്ന് പോവുക, ഹെരോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും.
മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും. ഇവിടെ ഈശോയുടെ ജീവിതത്തിൽ ഒരു വലിയ ചലഞ്ച് വരികയാണ്. അതായത് ഈശോയുടെ ശുശ്രൂഷയുടെ സമയങ്ങളിൽ ഒരുപാട് സമയങ്ങളിലും ഈശോയിനെ കൊല്ലുവാൻ പലതരത്തിൽ പല ഗണികളും ഒരുക്കിയിരുന്നു. പക്ഷെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഈശോനെ രക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ കോൺഫിഡൻസിൽ ഈശോയ്ക്ക് അറിയാം ഒന്നും സംഭവിക്കത്തില്ല. ദൈവമാകുന്ന കർത്താവിന് അറിയാം അത് ഈശോ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പൂർണ്ണനായ മനുഷ്യനായിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് നമുക്കൊരു മാതൃകയായി നിന്നു. എങ്ങനെ ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. ഇവിടെ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവിൽ ഈശോ നിറഞ്ഞ ശുശ്രൂഷക്കായിട്ട് കടന്നുപോയപ്പോൾ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ ഒരു വെല്ലുവിളിയുള്ള ഒരു സാഹചര്യം കടന്നു വരികയാണ്. ഇവിടെ ഈശോയുടെ അടുക്കൽ ഫരിസേര് വന്ന് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളുക, ഇവിടെ നിന്നെ കൊല്ലാൻ വേണ്ടി അവിടെ പദ്ധതി ഇട്ടേക്കുവാണ്, എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം. ചില സമയത്ത് പിശാച് നമ്മുടെ ചെവി വന്നിട്ട് പലതും പറയും. നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്കോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കാലെടുത്ത് വെക്കാൻ നേരത്ത് ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒരു നെഗറ്റീവ് തോട്ട്സ് വന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് അവരിവരും അതൊക്കെ പറയുന്നത് കേട്ട് നമ്മളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്താൽ യു മേ ലൂസ് ദാറ്റ് ബ്ലെസ്സിങ്. ഇവിടെ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. അവിടെ ഈശോ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നപ്പോൾ ഫരിസേര് വന്ന് പറഞ്ഞു, നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പൊക്കോണം, നിന്നെ കൊല്ലാൻ ഒരുങ്ങും. നമുക്കറിയാം ഏറ്റവും വലിയൊരു അറ്റാക്കാണ്. ഒരു മനുഷ്യന് രോഗം വരുന്നതല്ല പറഞ്ഞ നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്ന പറയുന്നത്. അതായത് യു വോണ്ട് ബി ദേർ എനിമോർ, യു ആർ ഗോയിങ് ടു ബി കിൽഡ്, നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ബൈബിളിൽ ഉടനീളം നമ്മൾ ഈശോയുടെ ജീവിതത്തെ നോക്കുമ്പോഴത്തേക്കും പല സ്ഥലത്തും ഈശോനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു, ഈശോനെ ഇത്തരത്തിൽ ആളെ വിട്ട് കൊല്ലാൻ നോക്കുന്നു. അതുപോലെ തന്നെ പല സ്ഥലത്തുനിന്നും ഈശോ ഇതിനെയൊക്കെ ഓവർകം ചെയ്താണ് കർത്താവ് തന്നെ ശുശ്രൂഷയെ പൂർത്തീകരിച്ചത്. അവസാനം ഈശോ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പടയാളികൾ സോൾജേഴ്സ് ഈശോയുടെ അടുക്കൽ കടന്നു വരുമ്പോൾ അവരെല്ലാവരും നിലം പതിച്ചെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അവർക്ക് ആർക്കും ഈശോനെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോകാൻ പറ്റിയില്ല. ഈശോ ഹിംസെൽഫ് സറണ്ടേർഡ്. അവനെ തന്നെ സറണ്ടർ ചെയ്യുകയായിരുന്നു. എന്തിനാ സറണ്ടർ ചെയ്തത്? ഈശോ സറണ്ടർ ചെയ്തത് നമ്മളെ ഓരോരുത്തരെയും നേടിയെടുക്കുന്നതിനും ഈശോയുടെ ഉള്ളിൽ പ്രവർത്തിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലും കടന്നു വരുന്നതിനും ഈശോ നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു. പരിശുദ്ധ അമ്മയും ഈശോയും ഏറ്റവും അധികം പരിശുദ്ധാത്മാവിന്റെ പവർ ഡെമോൺസ്ട്രേഷന് വിറ്റ്നസ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പവർ ഡെമോൺസ്ട്രേഷൻ എത്രമാത്രം ഉണ്ടെന്ന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം. ഇന്ന് ഈശോയും പരിശുദ്ധ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ അതേ അഭിഷേകം. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ നിന്റെ ഉള്ളിൽ വെളിപ്പെട്ട അതേ കോൺഫിഡൻസ് ഉള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഞാൻ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഓസ്ട്രേലിയയുടെ ഈ മക്കളുടെ ഉള്ളിൽ നിറയപ്പെടണം. അവരും ഇതേ ശക്തിയിൽ നിറഞ്ഞ് ഓസ്ട്രേലിയയിൽ നിനക്ക് സാക്ഷിയായി നിൽക്കണം. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ് ഈശോയെ പോലെ സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ അത് നോക്കി ഭയപ്പെടാതെ അവിടെ പരിശുദ്ധാത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മാവ് നയിക്കുന്ന ആ ഒരു ലീഡിങ്ങിൽ മുൻപോട്ട് പോകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. ഇന്നും നാളെയും പിശാചുക്കളെ ഞാൻ ഇവിടെ പുറത്താക്കും. ഞാൻ ഇവിടെയുള്ള എല്ലാ പിശാചുക്കളെയും പുറത്താക്കും. ഹെറോദസ് രാജാവേ, അങ്ങ് രാജാവാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് സ്വർഗം എനിക്ക് നൽകിയ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുവാൻ എന്നെ ഇവിടെ നിർത്തിയ പരിശുദ്ധാത്മാവ് അവൻ ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ ശുശ്രൂഷിക്കും. ഈ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും മറ്റൊരു ദൗത്യത്തിനായി. എന്നാൽ ഈ ശുശ്രൂഷയ്ക്ക് എന്നെ നിയോഗിച്ച പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവിൽ ഞാൻ നിറയുമ്പോൾ എന്നെ തൊടാൻ നിനക്ക് പറ്റത്തില്ല. കാരണം നിന്നെക്കാളും വലിയൊരു അധികാരത്തിൽ നിന്നാണ് ഈ ആത്മാവ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത, ഈ ലോകത്തിന്റെ അധികാരങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള അധികാരമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് ചില നിയമങ്ങളെ പോലും നമുക്ക് വേണ്ടി മാറ്റിത്തരും. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും ഒരു വീട് മേടിക്കുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമായി എന്തെങ്കിലും ഒരു കാര്യത്തിന് തടസ്സമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈശോയുടെ കൂടെ ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളും വാതിലുകളും തുറക്കും, അത്ഭുതകരമായി തുറക്കും.
ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അത്ഭുതകരമായ തുറക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്, അമേരിക്കയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഒരു 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 ലാൻഡ് കാണിച്ചു. ഇദ്ദേഹം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു ലാൻഡ് കാണിച്ചിട്ട് പറഞ്ഞു അത് മേടിക്കണം. ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടി. ഈ വ്യക്തി ഒത്തിരി നേരം പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ഇടതുവശത്ത് ഒരു ലാൻഡ് കണ്ട് ഈ ലാൻഡ് മേടിക്കണം എന്നൊരു പ്രേരണ ഇദ്ദേഹത്തിന് കിട്ടി. ഇയാള് അന്ന് അദ്ദേഹത്തിന് കുറച്ച് ലെഫ്റ്റ് ഓവർ എവിടെ നിന്നോ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അദ്ദേഹം സേവ് ചെയ്ത പൈസയും ഒക്കെ വെച്ച് അയാളെ ലാൻഡ് വളരെ തുച്ഛമായ വിലയ്ക്ക് അത് മേടിച്ചു. ഇത് മേടിച്ചു കഴിഞ്ഞ് ഒരു 6 months കഴിഞ്ഞപ്പോൾ അവിടെ വേറെ എന്തോ ഒരു ഗവൺമെന്റിന്റെ ഒരു 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 എന്തോ ഒരു റിസർച്ച് സെന്ററോ സംതിങ് ഹാസ് കം അപ്പ് ദെയർ ആൻഡ് ഈ ലാൻഡ് പ്രൈസ് ഇയാൾ മേടിച്ചതിനേക്കാളും 10 ഇരട്ടി കൂടി ഇദ്ദേഹത്തിന് അവിടെ സെല്ല് ചെയ്യാൻ പറ്റി. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ഇദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ നേരത്തെ ഒരുപാട് ബിസിനസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പലപ്പോഴും ഞാൻ എൻ്റെ രീതിയിൽ കൂടെ കാര്യങ്ങൾ നടത്താൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം എനിക്ക് ഫെയിലിയർ ആയിരുന്നു. പക്ഷെ എല്ലാം ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ ദൈവമേ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹി ഹാഡ് ഹെൽപ്ഡ് മീ ടു പർച്ചേസ് എ ലാൻഡ്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ജസ്റ്റ് ഇടത്ത് വശത്തേക്ക് നോക്കിയപ്പോൾ അന്ന് അവിടെ തരിശു ഭൂമിയായിരുന്നു, അവിടെ ഒന്നുമില്ല. അന്ന് എല്ലാവരും ചോദിച്ചു, എന്തിനാ അവിടെ ആ ലാൻഡ് മേടിച്ചത്, ഇതുപോലെ ഒരു ബാരൻ ലാൻഡ്, എന്തിനു നീ ലാൻഡ് മേടിച്ചു എന്ന് പലരും ചോദിച്ചു. പക്ഷേ വിത്തിൻ 6 to 7 months അതിനുള്ള ഉത്തരം എനിക്ക് നൽകി ദൈവം. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു സന്ദേശം തരുമ്പോൾ ആ സന്ദേശത്തെ നമ്മൾ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ സ്റ്റെപ്പിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആ ഒരു ലീഡിങ്ങിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ യു വോണ്ട് ഫെയിൽ, യു വിൽ ഫ്ലൈ അപ്പ് ഹയർ. കർത്താവിന്റെ ആത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ ലോകത്തിന് പറഞ്ഞു തരുവാൻ കഴിയാത്തതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, 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 മഹത്വം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വരാനുള്ള കാര്യങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന പരിശുദ്ധാത്മാവ്, ഇനി എന്താണ് ഇനി നടക്കുവാൻ പോകുന്നത്, ഇത് മുഴുവൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന് 26-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈശോ പറയുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അപ്പം പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നില്ല, നമുക്ക് ഈശോയെ കണ്ട പോലെ ശിഷ്യന്മാർക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇൻവിസിബിൾ ആണ്. പക്ഷെ ഹി വിൽ ടീച്ച് യു. എങ്ങനെ ടീച്ച് ചെയ്യുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളെ തന്നെ അങ്ങനെ പഠിപ്പിക്കുവാൻ നമ്മൾ സറണ്ടർ ചെയ്യണം. പിന്നെ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവെ ഐ സറണ്ടർ മൈസെൽഫ് ടു യു. ഹോളി സ്പിരിറ്റ് ഐ സറണ്ടർ മൈസെൽഫ് ടു യു. ബൈബിളിൽ ഈശോ പഠിപ്പിച്ച, ഈശോ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഇന്ന് പൂർണ്ണമായും അങ്ങേക്ക് സറണ്ടർ ചെയ്യുന്നു, ഞങ്ങളെ വഴി നടത്തണമേ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ പറയുന്നു, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അന്ന് ഇവരുടെ കയ്യില്, ഈശോയുടെ ശിഷ്യന്മാരുടെ കയ്യില് ബൈബിളായിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ ബൈബിൾ ഇല്ല. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇവരൊക്കെ അത്ര ബുദ്ധിമാന്മാരൊന്നും അല്ലായിരുന്നു. പക്ഷെ അവരെ ഓർമ്മപ്പെടുത്തി ഈ ബൈബിളിലെ ഓരോ വചനങ്ങളും എഴുതിപ്പിച്ചു. ഇന്ന് യോഹന്നാൻ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ ലേഖനങ്ങൾ മുഴുവൻ, ഈ സുവിശേഷങ്ങളും അതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെല്ലാം ഇറ്റ്സ് ഫുള്ളി ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് അനുസ്മരിപ്പിച്ചു, ഓർമ്മിപ്പിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ എഴുതണം, ഈ കാര്യങ്ങൾ എന്തൊക്കെ രേഖപ്പെടുത്തണം, അതെല്ലാം വളരെ വ്യക്തമായിട്ട് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് എഴുതിപ്പിച്ച പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ യോഹന്നാൻ 21:25 പറയുന്നു, യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്, അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോ ചെയ്ത എല്ലാ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ ലോകം, അതായത് 2000 വർഷം കഴിഞ്ഞ് ഇത് മനുഷ്യർ വായിക്കുമ്പോൾ, അവര് അന്ന് ടെക്നോളജിക്കലി ഇന്നോവേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ ജീവിക്കുമ്പോഴും ഇത് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഞാൻ നിങ്ങളിലൂടെ ഇത് എഴുതുമ്പോൾ, ഈ അത്രയും വർഷം കഴിയുമ്പോഴും അവരിൽ ഒരു ഇമ്പാക്ട് ഇത് ഉണ്ടാക്കി എടുക്കണം. അതുകൊണ്ട് എന്തൊക്കെ വേണം, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകണം എന്ന് പരിശുദ്ധാത്മാവ് ഇൻസ്പയർഡ് ആയിട്ട് ഈശോയുടെ ശിഷ്യന്മാർ ഇത് എഴുതിയിരിക്കുമ്പോൾ, ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നു, നിങ്ങളെ അവൻ പഠിപ്പിക്കും, നിങ്ങളെ അവൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസ്മരിപ്പിക്കും. ഇന്ന് വിശ്വസിക്കുന്ന ഈശോയുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ സമയത്തോ ആ മണിക്കൂറിലോ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് പറയണം എന്നോർത്ത് നിങ്ങൾ
പേടിക്കേണ്ട, ഭാരപ്പെടേണ്ട. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊള്ളും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ഇത് ഈശോയുടെ പാർട്ട്. സെക്കൻഡ് പാർട്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമ്മുടെ പാർട്ട്, ഈശോ പറയുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഫസ്റ്റ് പാർട്ട്, ഈശോ ചെയ്യുന്ന കാര്യം, ഈശോയുടെ ആത്മാവിനെയും ഈശോയുടെ സമാധാനവും നമുക്ക് തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഇന്ന് ഏതെങ്കിലും പ്രശ്നത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഷയം, വിഷമം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിചാരമുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് പറയുന്നു, ഡു നോട്ട് ബി വറീഡ്. നിങ്ങളുടെ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ഗാർഡ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ പോകുന്നു എന്ന് കരുതി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാക്കുകളാണ് ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഈശോയ്ക്ക് അറിയാം നമ്മൾ ഈ ലോകത്തിലാണ്. പക്ഷെ ഈശോ പറയുന്നു നിങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സകല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ ഞാനൊരു സഹായകനെ തരുന്നു. ഹി ഈസ് കേപ്പബിൾ എനഫ് ടു ഹെൽപ്പ് യു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയുടെ ശിഷ്യന്മാരെ ലോകമെങ്ങും സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഈശോ അയക്കുമ്പോഴത്തേക്കും ഈശോ ഒരു ചാക്ക് നിറയെ പൈസയോ അല്ലെങ്കിൽ ഈശോ വിസയോ എയർ ടിക്കറ്റോ ഒന്നും അല്ല കൊടുത്ത്. ഈശോ പറഞ്ഞു, ഗോ into the world and preach the gospel. My spirit is with you. Holy Spirit is with you. When you receive the Spirit, when you receive the power from him, you will witness me in Jerusalem, in Samaria, in Judea and unto the ends of the earth. ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. വെൻ യു റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായി തീരും. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈശോയുടെ ശിഷ്യന്മാരുടെ ഉള്ളിൽ നിറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലും വന്ന് നിറയണമേ. പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന എൻ്റെ ഉള്ളിലും ഈ വർഷം തന്നെ അനേകായിരം മക്കളുടെ അടുക്കൽ എൻ്റെ യേശുവിനെ പങ്കുവെക്കുവാൻ എന്നെ ഉപയോഗിക്കണമേ. ശക്തമായി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയുടെ അഭിഷേകം വെളിപ്പെടുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. Thank you Jesus, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit, thank you Holy Spirit. മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈശോയെ പരിശുദ്ധാത്മാവേ കടന്നു വരുന്നേ, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തുന്നേ, പരിശുദ്ധാത്മാവേ നയിക്കണമേ. ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കണമേ. ഈശോയെ 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ നടക്കണം. ഞങ്ങൾക്ക് നാളെ ഒരു പുതിയ പെന്തക്കോസ്തനുഭവം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ പരിശുദ്ധാത്മേനെ സ്നേഹമാനം നിറഞ്ഞു എന്നെ നല്ലൊരു പെന്തക്കോസ്തനുഭവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഓ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ ക്രിസ്തുവേ ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ സ്തുതി, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ അവിടുത്തെ ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സുഗന്ധ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നു. 3 മക്കൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന തരത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സുഗന്ധ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു പരതുവശത്ത് നിന്ന് പരിശുദ്ധാത്മാവിന്റെ തണുപ്പായിട്ട്, ഒരു കാറ്റായിട്ട്, പലർക്കും അനുഭവമായിട്ട് പരിശുദ്ധാത്മാവ് ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതിന്റെ ഒരു അറ്റസ്റ്റേഷൻ തരുന്നുണ്ട്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുന്നു. സ്തുതിച്ച് മഹത്വപ്പെടുത്താം ഈശോനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, മഹത്വം, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ ശക്തരാക്കണമേ. ഈശോയെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ സഹജങ്ങളുടെ നടുവിലും ഈശോയെ ഇവന്റെ അഭിഷേകം നിറഞ്ഞ ഈശോയെ സ്തുതിക്കട്ടെ. ഞങ്ങൾ ഈശോയെ സ്തുതിക്കട്ടെ. ഈശോയെ ഞങ്ങൾ ഉഘോഷിക്കട്ടെ.
Hallelujah, 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 hallelujah. Oh, ra 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 pilla ra tendra hadu atendra ta 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 ta. Oh, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ അവിടുത്തെ ഗാനമായി പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നു. യേശുവേ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഓ പെട്ട 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 ആപിയാതെ എന്താ ആരാധന 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 മഹത്വം 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 മഹത്വം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സത്യാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഈശോയേ. ഹല്ലേലൂയ, 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 Thank you, ഹല്ലേലൂയ, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. യേശുവേ മഹത്വം 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 മഹത്വം. ഈ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും വീണ്ടും ഈശോ എടുത്തു കാണിക്കുന്നു ഇങ്ങനൊരു ഒരു കാര്യം, ഐ ആം നോട്ട് വർത്തി ടു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, ഐ ആം നോട്ട് ക്വാളിഫൈഡ് എനഫ്. ഒരു ഹൃദയത്തില് കണ്ടംനേഷൻ, ഒത്തിരി കുറ്റബോധത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ഈശോ എടുത്തു കാണിക്കുന്നു. ഈശോ 2 Corinthians chapter 12 verse 9 ഈശോ എടുത്തു കാണിക്കുന്നു. 2 Corinthians chapter 12 verse 9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിൽ സന്തുഷ്ടനാണ്. എന്തെന്നാൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഈശോ എടുത്ത് കാണിക്കുന്നത്. ബലഹീനമായി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഇവിടെ പറയുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി, നിനക്കെന്റെ കൃപ മതി. എന്താണ് ഈ കൃപ? കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവത്തിന്റെ ഒരു വരപ്രസാദം, ഫേവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ ഒരു ഗ്രേസ്. ആ ഗ്രേസ് നമുക്ക് തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ ബലഹീനമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈശോയേന്ന്, ഞാൻ ബലഹീനമാണല്ലോ എന്ന് ആ ഒരു ഇന്നസെൻസിൽ നമ്മൾ ഈശോനെ വിളിക്കുമ്പോൾ, ദ വെരി നെക്സ്റ്റ് മൊമെന്റ് ഹോളി സ്പിരിറ്റ് വിൽ ടേക്ക് ഹോൾഡ് ഓഫ് യു. അവൻ നമ്മളെ, ഈശോ തന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് നമ്മളെ താങ്ങി നിർത്തും, പരിശുദ്ധാത്മാവിൽ. അപ്പോൾ ആ ഒരു താങ്ങി നിർത്തുന്ന അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്താൽ മതി. നമ്മൾ ആ ഹൃദയത്തിന്റെ ഇന്നസെൻസിൽ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഐ ആം ഇൻ എ ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ഐ ബീൻ സ്റ്റംബിളിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഐ ഡു നോട്ട് നോ ഹൗ ടു ഗെറ്റ് അപ്പ് ഫ്രം ദിസ് പ്ലേസ്. ഇത് ഇങ്ങനെ ഒരു പിറ്റ്ഫോൾ പോലെ, ഞാൻ ഇങ്ങനെ കുഴി വീഴുന്ന പോലെ ഞാൻ വീഴുകയാണ്. എനിക്ക് ഇവിടുന്ന് പുറത്തു വരണം എന്നുണ്ട്, ബട്ട് ഐ നീഡ് യുവർ ഹെൽപ്പ്. And God knows that you need help and he gives you the helper. God knows that you need help and he gives you the helper. That's why Jesus said, I will give you the helper. Helper എന്ന് ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. അല്ലാതെ പരിശുദ്ധാത്മാവിനെ ഒരു എന്താ പറയുന്നത്, പരിശുദ്ധാത്മാവ് he's going to be a king എന്നല്ല പറഞ്ഞു. Holy Spirit is going to be your helper, which means God knows that you need help. നമുക്ക് ഹെൽപ്പ് വേണമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഗോഡ് ഹാസ് ഗിവൺ യു ദ ഹെൽപ്പർ ആൻഡ് ഹി ഈസ് ദ ഹോളി സ്പിരിറ്റ്. ഈ കൂട്ടായ്മയിൽ ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ തളർത്തുന്ന വ്യക്തിയല്ല, നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന വ്യക്തിയാണ്. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് ചെവിയിൽ വന്ന് പറയും, ഈ സഹനം നിന്റെ അവസാനമാണ്, ഈ സഹനം ദൈവം അനുവദിച്ചില്ലേ, ഈ സഹനത്തിന് അർത്ഥമില്ലെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പറയും, ഇല്ല, ഈ സഹനത്തിന് അർത്ഥമുണ്ട്. ഈ സഹനത്തിലൂടെ നിന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വത്തെ സ്വർഗം പുറത്തു കൊണ്ടുവരികയാണ്. മാത്രമല്ല, നിന്നെ കൊണ്ട് അനേകായിരങ്ങൾക്ക് യേശുവിനെ നൽകുവാൻ ഞാൻ ഒരുക്കുവാണ് നിന്നെ. ഈ സഹനത്തിലൂടെ നിന്റെ ഉള്ളിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിന്റെ സ്വഭാവത്തെ, പരിശുദ്ധ അമ്മയുടെ സ്വഭാവത്തെ ഞാൻ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. And Holy Spirit will always gives you encouraging words and he gives you the motivation. Not only that, നമ്മളൊരു പാപത്തിലേക്ക് വീഴുമ്പോൾ അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് പറയും. പാപത്തിൽ വീണ് ഈശോയിൽ നിന്ന് അകലുമ്പോൾ അവൻ he'll try his level best to get you back to the normal Christian life. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലേക്ക് തിരികെ മടക്കി കൊണ്ടുവരുവാൻ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ സ്റ്റംബിൾ ആയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നോക്കും. നമ്മൾ എന്നിട്ടും ആ കണ്ടംനേഷൻ അവിടെ വീണ് കിടന്ന് വീണ്ടും if you are keep on sinning and going away from the Lord, he will tell you about the consequences. കർത്താവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ
പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അൾട്ടിമേറ്റ്ലി അവർ സോൾ, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ അതെന്തായി തീരും, ഇതെല്ലാം ഹോളി സ്പിരിറ്റ് നമുക്ക് എക്സ്പ്ലനേഷൻ തരും. പലപ്പോഴും നമുക്കിത് കേൾക്കാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളുടെ മനസ്സ് നമ്മുടെ ബുദ്ധിയെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഈശോയുടെ ശിഷ്യന്മാര് സുവിശേഷം പറയുവാൻ പോയ ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലത്തും ഈശോ ഹെറോദേസിൽ നിന്ന് ലഭിച്ച വെല്ലുവിളി പോലെ ഇവർക്കും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ പൗലോസ്ലീഹ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്, പത്രോസ്ലീഹ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. ഈ ഈശോയുടെ ശിഷ്യനായ യോഹന്നാൻ സ്ലീഹാനെ ഒരു രാജാവ് നാട് കടത്തി പത്മോസിൽ കൊണ്ടുപോയിട്ടു. അങ്ങനെ ക്രൂരന്മാരായിരുന്ന രാജാക്കന്മാരുടെ ഏകാധിപതിമാർ വാണിരുന്ന ഈ ലോകത്ത് ദൈവരാജ്യം പ്രഘോഷിക്കുകയും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സഹനങ്ങളും കടന്നു വന്നപ്പോൾ അവിടെയെല്ലാം ഇവരെ വഴി നടത്തി സഹായിച്ച് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുവാൻ ഈശോയുടെ ശിഷ്യന്മാരെ കൂടെ നിന്നയാളാണ് പരിശുദ്ധാത്മാവാം ദൈവം. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്ത രാജ്യങ്ങളിലാണ് ജനാധിപത്യം ഉണ്ടായത്. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്ത രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം മനുഷ്യർക്ക് അവകാശങ്ങൾ കടന്നു വന്നത്. ഇതിനു മുൻപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഈ ലോകത്ത് മനുഷ്യന് അവകാശങ്ങളില്ല. ഏകാധിപതിയായ രാജാവ്, അടിമകളായി നിൽക്കുന്ന മനുഷ്യര്. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് ഇന്ന് കാണുന്ന ഈ ലോകത്തെ ഇന്ന് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു ട്രാൻസ്പെറൻസിയിലേക്ക്, ഒരു ഡെമോക്രാറ്റിക് വേൾഡിലേക്ക്, ഈ ലോകത്തെ റിഫൈൻ ചെയ്ത് കൊണ്ടുചെന്ന് എത്തിച്ചതിൽ ഏറ്റവും അധികം ഇൻവിസിബിൾ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തി പരിശുദ്ധാത്മാവാണ്. കാരണം മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക്, മനുഷ്യരെ നന്മയിലേക്ക്, മനുഷ്യരെ ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഈ ഭൂമിയിൽ സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. സഭയുടെ കൂടെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവുണ്ട്. സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന, പരിശുദ്ധാത്മാവെ എന്നെ സ്പർശിക്കണമേ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ ഇരുന്ന് കടന്നു വരുമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ, സഭയുടെ കൂടെ ഇന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആഗ്രഹിക്കുന്ന മക്കളുടെ ഉള്ളിലേക്ക് അവൻ കൃപ അയക്കും, പരിശുദ്ധാത്മാവിന്റെ ശക്തി അയക്കും. ഇന്നൊന്നും ആഗ്രഹിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവെ, എനിക്ക് അങ്ങയുടെ ശക്തിയിൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചില യാത്രകൾ ചെയ്യുന്ന സമയത്ത്, ചിലപ്പം ഫ്ലൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമായിരിക്കും, ഡ്രൈവ് ചെയ്യുമായിരിക്കും, പരിശുദ്ധാത്മാവ് ഓരോ കാര്യങ്ങൾ സംസാരിക്കും. ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ചില മെസ്സേജ് തരുന്നത്, ചില ടോക്കിന് പോകേണ്ട മെസ്സേജ് തരുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ബസ് യാത്ര ചെയ്തപ്പോൾ, ഞാൻ ഇന്നും ഓർക്കുന്നു, കഴിഞ്ഞ കൂട്ടായ്മ ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. ഞാൻ ബസ് യാത്ര ചെയ്തപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകി. അതായത് ആ വ്യക്തിയോട് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ നൽകി. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. പക്ഷെ ഞാനിത് പറഞ്ഞില്ല. കാരണം ആദ്യം എനിക്കൊരു നാണക്കേട് പോലെ ഫീൽ ചെയ്തു. ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹി മേ തിങ്ക് അബൌട്ട് മീ ആൻഡ് ഹൗ ഹി വിൽ റിയാക്ട്. സോ ഐ ഡിഡ് നോട്ട് ടെൽ ഹിം. അപ്പൊ ഞാനത് നെഗ്ലക്ട് ചെയ്തു. അങ്ങനെ 3 തവണ എന്നോട് പരിശുദ്ധാത്മാവ് അത് പറഞ്ഞിട്ടും ഞാൻ നെഗ്ലക്ട് ചെയ്തു. ബട്ട് ഓൺ ദ 4th time ബിഫോർ ഐ ഡിപ്പാർട്ടഡ് ഫ്രം ദ ബസ് ഇറങ്ങുന്നതിന് മുൻപ് ഐ ടോൾഡ് ഹിം, ഈശോ പറയുന്നത് കേട്ടോ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. സോ ദാറ്റ്സ് ഇറ്റ്. അത് പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. നാട്ടിലായിരുന്ന സമയത്താണ്, ചെറുപ്പത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇറങ്ങി ഓടി. ഈ ഒരു ടൈമിൽ ഇയാൾ ഇങ്ങനെ ബസ്സിനകത്ത് നിന്ന് എന്നെ ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആഫ്റ്റർ 2 to 3 days ഇയാൾ എന്നെ തേടി പിടിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ, അന്ന് ബസ്സിൽ ഇരുന്നപ്പോഴത്തേക്കും മോൻ എന്നോട് പറഞ്ഞില്ലേ, അത് ആരായിരുന്നു പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് നിങ്ങളോട് ഇങ്ങനെ പറയാൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് ദാറ്റ്, ബട്ട് ഐ സെഡ് ഇറ്റ്. പക്ഷെ ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത് മോനെ, അന്ന് എൻ്റെ ലൈഫിൽ വലിയൊരു സ്ട്രഗിൾ, വലിയൊരു ട്രയലിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. ഐ വാസ് അബൌട്ട് ടു ഗിവ് അപ്പ്. ഞാൻ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം 4 വശയിൽ നിന്നും കുറ്റാരോപണങ്ങൾ കേട്ട്, ഒരു ഫിനാൻഷ്യൽ എന്തോ ഒരു ട്രാൻസാക്ഷന്റെ പേരിലുള്ള കുറ്റാരോപണമായിരുന്നു. അതുകൊണ്ട് അയാൾ
ഒത്തിരി ഭാരപ്പെട്ട് അന്ന് മരിക്കാൻ തീരുമാനമെടുത്ത് ഹി വാസ് ക്യാരിങ് പോയിസൺ വിത്ത് ഹിം. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. അന്ന് വൈകുന്നേരം 6 o'clock 6:30 ആ ഒരു ടൈം ആയപ്പോൾ സൂപ്പർ നാച്ചുറലി ദിസ് മാൻ വാസ് ബ്ലസ്ഡ് വിത്ത് സം ഫിനാൻസസ് ആൻഡ് ഹി കുഡ് ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. അന്ന് ദൈവം ആ വ്യക്തിയെ സഹായിച്ചു. പക്ഷെ ആ 6 o'clock ആകുന്നവരെ അയാൾക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 2:30 or something. ആ ഒരു സമയത്ത് ഉച്ചയ്ക്കായിരുന്നു ഞാൻ ഈ ഒരു കാര്യം ഇദ്ദേഹത്തോട് പറയുന്നത്. ഹി വാസ് ഗോയിങ് ടു വീട്ടിൽ വന്നിട്ട് ഇയാൾ പോയിസൺ കഴിച്ച് മരിക്കാൻ ഇരുന്ന ആൾക്ക് ദൈവം അയാളോട് പറഞ്ഞു 6 o'clock വരെ വെയിറ്റ് ചെയ്യുക, ദ ആൻസർ വിൽ കം. ആൻഡ് ഹി വെയിറ്റഡ്. അതുവരെ കടിച്ചു പിടിച്ച് നിന്ന് അയാൾ വെയിറ്റ് ചെയ്തു. ആൻഡ് ദ ആൻസർ കെയിം. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇദ്ദേഹം പറയുകയാണ്, ആ പറഞ്ഞ വ്യക്തി ആരാണ് മോനെ? ഞാൻ പറഞ്ഞു, അത് ഞാനല്ല, എന്റെ ബുദ്ധി എന്ന് പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവായിരുന്നു സംസാരിച്ചത്. പരിശുദ്ധാത്മാവായിരുന്നു സംസാരിച്ചത്. ഞാൻ ഓർക്കുന്നു, ഞാനിങ്ങനെ ലിഫ്റ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ ചില വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ രോഗവിവരങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. തൊട്ടടുത്തിരിക്കുന്ന ആളുടെ രോഗവിവരങ്ങൾ, ഇന്ന രോഗമാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ ചിലപ്പം ആദ്യം ഒന്ന് കുറച്ചു നേരം 5 മിനിറ്റ് അയാളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, ചേർത്ത് ചോദിക്കും, എന്റെ ഉള്ളിൽ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറയും, ഹൂ ടോൾഡ് യു ദാറ്റ്? ഹൗ ഡിഡ് യു നോ ദാറ്റ്? നമ്മൾ ഹോളി സ്പിരിറ്റ് ഹാഡ് ടോൾഡ് മീ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇവാഞ്ചലൈസേഷന് നമ്മളെ ശക്തീകരിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. സൂപ്പർ നാച്ചുറൽ ആയിട്ട് നമ്മളോട് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. ആൻഡ് പവർലെസ് ഇവാഞ്ചലൈസേഷൻ അല്ല, പവർഫുൾ ഇവാഞ്ചലൈസേഷൻ ആണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും വചനം പറഞ്ഞിട്ട് ആൾക്കാരുടെ മാനസാന്തരപ്പെടുവാൻ ആഹ്വാനപ്പെടുത്തിയിട്ട് അവർ കുറ്റം ആരോപിക്കുകയല്ല. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്ത് ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ആൻഡ് ഹി വുഡ് ലൈക്ക് ടു ഹെൽപ്പ് യു എന്ന് അവരോട് പറയുമ്പോൾ ആൻഡ് ദേ വിൽ കം ടു ദിസ് ഗോഡ്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ യേശു ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഈ കൂട്ടായ്മയെ സ്വർഗം അഭിഷേകം ചെയ്യുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. പെന്തക്കോസ്ത തിരുനാൾ മുതൽ അടുത്ത പെന്തക്കോസ്ത തിരുനാൾ വരെ ഒന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും ഈശോനെ പരിചയപ്പെടുത്തുവാൻ, ഈശോനെ കൊടുക്കുവാൻ എന്റെ കരങ്ങളെ പരിശുദ്ധാത്മാവെ ഉപയോഗിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുക്കിലേക്ക് പരിശുദ്ധ അമ്മ നീല കാപ്പ കൊണ്ടുവന്ന് പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷം ശക്തമായ സാന്നിധ്യം വ്യാപരിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിച്ചേ, ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചേ. ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറിപ്പോകട്ടെ. ബുദ്ധിയുടെ കെട്ടുകൾ അഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. യേശുനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അഭിഷേകം ഞങ്ങൾ നിറയണം. യേശുവേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞങ്ങൾ നിറയണം. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ബലപ്പെടുത്തണം. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമേ, 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 പരിശുദ്ധമേ. സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ ഓരോരുത്തരും
തടസ്സമായ മേഖലകൾ എടുത്തു കളയണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൂട്ടായ്മയിൽ കടന്നു വരുന്നതിന് തടസ്സമായിട്ടുള്ള മേഖലകളെ പരിശുദ്ധയമ്മേ, അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലൂടെ അമ്മയുടെ സഹനത്തിന്റെ യോഗ്യതകൾ അമ്മ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകം വെളിപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള മേഖലകളെ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിലൂടെ എടുത്തു മാറ്റപ്പെടുവാൻ സാധിക്കുമെന്ന് ഈശോ പറയുന്നു. കൂട്ടായ്മയിലും വ്യക്തിജീവിതങ്ങളിലും അഭിഷേകം വെളിപ്പെടുന്നതിന് തടസ്സമായിട്ടുള്ള മേഖലകളെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയിലൂടെ അത് മാറ്റിത്തരും സംഘം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, ദൈവമാതാവേ, ഞങ്ങളെ ആത്മാവിൽ നിറയുന്നതിന് തടസ്സമായിട്ടുള്ള മേഖലകളെ അമ്മ ഏറ്റെടുക്കണമേ, അമ്മ എടുത്തു മാറ്റണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, യേശുവിനെ ആരാധിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ 1 കൊരിന്തോസ് 2:12 പറയുകയാണ്, നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം ഞങ്ങൾ ഭൗമിക വിജ്ഞാനത്തിന്റെ വാക്കുകളല്ല പ്രസംഗിക്കുന്നത്, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ പൗലോസ് ശ്ലീഹ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല. എന്താ ഭൗതിക വിജ്ഞാനം? വിസ്ഡം ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ വിസ്ഡം, ഫിലോസഫി, ലോകത്തിന്റെ വിസ്ഡം. ഞങ്ങൾ ഇവിടെ ഭൗതിക വിജ്ഞാനം പ്രസംഗിക്കുകയോ പോസിറ്റിവിറ്റി പ്രസംഗിക്കുകയോ ഞങ്ങൾ സൈക്കോളജിക്കലി നിങ്ങളെ ട്രിഗർ ചെയ്യുക അല്ല ചെയ്യുന്നത്. ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യാതെ യു വോണ്ട് ബി ഏബിൾ ടു കോംപ്രിഹെൻഡ് എനിത്തിങ് അബൌട്ട് ഗോഡ് എന്ന് പൗലോസ് ശ്ലീഹ പറയുകയാണ്. ദൈവത്തിനെ കുറിച്ച് നമുക്ക് പിടികിട്ടണമെങ്കിൽ നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ എത്ര ദൈവത്തെക്കുറിച്ച് കാണാതെ പഠിച്ചാലും നമ്മൾ ആത്മാവ് മുഖേന അത് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്കത് പൂർണ്ണമാകത്തില്ല. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഫരിസേയന്മാർക്കും സദൂക്യർക്കും നിയമജ്ഞർക്കും ബൈബിള് കാണാതെ അറിയായിരുന്നു പഴയ നിയമം. പക്ഷെ എന്നിട്ടും അവർക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെയോ പരിശുദ്ധ അമ്മേനെയോ അംഗീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. കാരണം പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചില്ല. പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോൾ ഈശോയുടെ ശിഷ്യനായിരുന്ന യൂദാസ് ശ്ലീഹ, യൂദാസ് എഴുതിയ ലേഖനം 1:18 പറയുന്നു, അന്ത്യകാലത്ത്, അതായത് അന്ത്യകാലം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വസിക്കുന്ന, നമ്മളായിരിക്കുന്ന ഈ ലോകം അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കളെ പോലും വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ചില വ്യക്തികൾ സഭയിൽ കടന്നു വരുമെന്ന് യൂദാസ് 1:18 പറയുന്നു. തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് എതിരെ നിന്ന് സഭയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ളവരാണെന്ന് കർത്താവിന്റെ വചനം യൂദാസ് 1:18 നമ്മുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നമ്മുടെയൊക്കെ പൂർവികർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഈശോ കൂടെയുണ്ട്, പരിശുദ്ധ അമ്മ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടെയുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമ്മളെ തൊടാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ പ്രിയമക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ പൂർവികരായിട്ടുള്ളവർ കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് മലബാറിൽ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഓരോരോ കാര്യത്തിന് കടന്നു പോയിട്ടുള്ള നമ്മുടെ പൂർവികർക്ക്, അവർക്ക് നമ്മൾക്ക് നിന്നുള്ള പോലെ റിസോഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അവർക്ക് പക്ഷെ ഒരു ഉറപ്പുണ്ടായിരുന്നു, അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരുന്നു എന്നൊരു ഉറപ്പ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അവർക്ക് കുർബാന മലയാളത്തിലില്ലായിരുന്നു, നമുക്ക് കയ്യിലുള്ളതുപോലെ ബൈബിള് സുലഭമല്ലായിരുന്നു അന്ന്. അവർക്ക് ഇതൊന്നുമില്ലായിരുന്നു, പക്ഷെ വിശ്വാസം ഉണ്ടായിരുന്നു. എവിടെ നിന്നാണ് വിശ്വാസം കിട്ടിയത്? ഈശോയുടെ ശിഷ്യന്മാരുടെ കയ്യിലും ഇതുപോലെ റിസോഴ്സ് ഒന്നും ഇല്ലായിരുന്നു, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഈശോയിലുള്ള വിശ്വാസം. ആ വിശ്വാസം കൊടുത്ത ആളാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് റിസോഴ്സസ് എല്ലാം ഉണ്ട്, നമ്മുടെ ഷെൽഫ് മുഴുവൻ ബുക്കുകൾ കൊണ്ട് നിറഞ്ഞേക്കുവാണ്, എല്ലാം ഉണ്ട്, ഓഡിയോ ടേപ്സ്, എവറിത്തിങ് ഇസ് ദേർ. ബട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഹോളി സ്പിരിറ്റ്, these all are in vain. അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാതായി പോകുന്നു. കാരണം ഇതിന്റെ എല്ലാം പോയിന്റഡ് ഔട്ട് ആയി വരുന്നത് പരിശുദ്ധാത്മാവിലേക്കാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയാനാണ്. ഈശോ ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് പരിഹാര ബലിയായി തീർന്നത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയുവാനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി
പ്രാപിക്കുവിൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ആ സഹനങ്ങൾ എന്തിനാണെന്ന് ഉള്ള കാര്യം തിരിച്ചറിയുമ്പോഴാണ് ആ സഹനത്തിന് അപ്പുറമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. സഹനങ്ങൾ കടന്നു വരുമ്പോഴുള്ളവരെ, സഹനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ചില സഹനങ്ങളും അവഗണനകളും ഒക്കെ വന്നെന്നിരിക്കും. ഇവിടെ ഹെരോദേസ്, ഫരിസേര് വന്ന് ഈശോയോട് പറയുകയാണ്, ഹെരോദേസ് ആളെ വിട്ട് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. അതൊരു ചലഞ്ച് അല്ലായിരുന്നു. ഈശോയ്ക്ക് ഒരു വലിയ സഹനം വരികയാണ്. അവിടെ ഈശോ ആ സഹനത്തിന് മധ്യേ നിന്നുകൊണ്ട് പറയുകയാണ്, ആ കുറുക്കനോട് ചെന്ന് പറയുക, ഇന്നും നാളെയും ഞാൻ ഇവിടെ പിശാചുകളെ പുറത്താക്കും, രോഗശാന്തി നൽകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഈശോയ്ക്കുള്ള കോൺഫിഡൻസ് ആയിരുന്നു. ദൈവത്തിന്റെ കോൺഫിഡൻസ്, സ്വർഗത്തിന്റെ കോൺഫിഡൻസ് നമുക്ക് തരുന്നയാളാണ് പരിശുദ്ധാത്മാവ്. എത്ര വലിയ പ്രതിസന്ധി വന്നാലും, പ്രതികൂലം വന്നാലും, മരണത്തിന്റെ മുൻപിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥ വന്നാലും അവിടെയും നമുക്ക് കോൺഫിഡൻസ് നൽകി ഇതിനപ്പുറമായിട്ടുള്ള കാര്യം, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഈ ഭൂമിയിൽ ഞാൻ നടത്തും, അത് സംഭവിക്കും എന്നൊന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ആഗ്രഹിക്കുന്നതേ സംഭവിക്കത്തുള്ളൂ. പിശാച് ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് സംഭവിക്കും. ഇന്ന് ഞാൻ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും, ഈ ട്രയൽസിനകത്ത് കൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ ദൈവം എന്നെ ഇവിടുന്ന് കരം പിടിച്ചുയർത്തും, അവൻ എന്നെ സഹായിക്കും. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. റോമ 8:18 പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, സ്വർഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന മഹത്വം, അതുപോലെ തന്നെ ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ അനുഭവിക്കുന്ന മഹത്വം. സ്വർഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അതായത് ഈ സ്വർഗത്തിന്റെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് നമുക്ക് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് തരികയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചു മഹത്വപ്പെടുത്തുമ്പോൾ ലഭിക്കുന്ന ഒരു സന്തോഷം, അത് റിപ്ലേസ് ചെയ്യാൻ ഈ ലോകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒന്നുമില്ല. നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്തോഷത്തിന്റെ പൂർണ്ണത, അതിനൊരു 100 മടങ്ങ് അനുഭവമാണ് സ്വർഗം എന്നുള്ളത്. അപ്പൊ സ്വർഗം എന്നുള്ളത് എന്താണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലും അഭിഷേകത്തിലും ഒരു വ്യക്തി നിറയുമ്പോഴാണ് സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് ആ വ്യക്തി കടന്നെടുക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് ഭയങ്കരമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ചു മഹത്വപ്പെടുത്തിക്കോ. ദൈവത്തിന്റെ ക്ലൗഡ്, ഗ്ലോറി ക്ലൗഡ് പോലെ നിങ്ങൾ ആയിരിക്കുന്ന റൂമിനകത്തേക്ക്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മഞ്ഞ് പോലെ കടന്നു വരുന്നു. യേശുവിന്റെ നാമം മഹത്വപ്പെടുത്താൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, 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 അവിടുന്ന് കടന്നു വരുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിലെ മക്കളായിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവെ തണുപ്പായി, മഞ്ഞായി അവിടുന്ന് കടന്നു വരുന്നതിനായി, ഗ്ലോറി ക്ലൗഡായി അവിടുന്ന് കടന്നു വരുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ മക്കളെയും ഇമ്മേഴ്സ് ആക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഫോർ immersing everyone in this group with the glorious presence of Lord Jesus Christ. പരിശുദ്ധ അമ്മ, മന്നാ പേടകമാകുന്ന പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ അമ്മ, ഉദരത്തിൽ ഈശോയെ സംവഹിച്ച പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവുമായി ഗാഢമായ ബന്ധം പുലർത്തിയ പരിശുദ്ധ അമ്മ, സഹനത്തിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ആ മക്കളുടെ വീടിനകത്തേക്ക് അമ്മ കടന്നു വരുന്നു. മന്നാ പേടകമായവൾ പളുങ്ക് കടലിലൂടെ ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. സ്തുതിക്കാം, കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പ്രാർത്ഥിക്കാം. ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ മഹത്വം ഇറങ്ങി നിൽക്കുന്നു. ആത്മാവ് പ്രേരിപ്പിക്കുന്ന മക്കളെ പ്രാർത്ഥിച്ചു. ഈശോയുടെ സാന്നിധ്യം കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നതിനെ നന്ദി പറയുന്നു. യേശുവേ, മഹത്വം, 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 മഹത്വം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവേ, ആരാധന, 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 ആരാധന. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. ഫിലിപ്പോസിനെ ആത്മാവ് സംവഹിച്ചുകൊണ്ട് പോയതുപോലെ കർത്താവേ, ഈ കൂട്ടായ്മയുള്ള മക്കളെ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുവാൻ ദൈവം കരങ്ങളിൽ എടുക്കുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം, 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 മഹത്വം. പരിശുദ്ധാത്മാവേ, 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 നിറയണമേ, നിറയണമേ, നിറയണമേ.
ഓ പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുന്നത്. ഓക്കെ ആപ്പിടെ ആപ്പി 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 എന്തൊരു ആരാധന മഹത്വം 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 മഹത്വം. ഓ ആരാധന 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 ആരാധന. ഓ ഹലാലലാലലാലലാല പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഓ ഹലാലലാലലാലലാലലാലലാല. ഓ ആരാധന മത 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 ആരാധന മഹത്വം 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 മഹത്വം. ഓ യേശുവേ നന്ദി, യേശുവേ സ്തുതി, മഹത്വം 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 മഹത്വം. ഓ അഭിഷേകം തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പൽ 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 പൽ. ഓ പച്ച തമ്മയോട് ചേർന്ന് യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പൽ 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 യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ആരാധന മഹത്വം 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 മഹത്വം. യേശുവേ 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 യേശുവേ. ആരാധന മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന മഹത്വം മഹത്വം കർത്താവേ, അവിടുത്തെ കരുണയോർത്ത് നന്ദി പറയുന്നു. യേശുവേ കാണിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ യേശുവേ നമ്മളെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന മഹത്വം 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 മഹത്വം. ഓ ഈശോയെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നിറച്ച് വരദാനങ്ങളും നിറച്ച് ഈശോയെ നല്ലൊരു നല്ലൊരു പൂക്കളമായി സംരക്ഷകൻ ഓരോരുത്തർക്കും തരണമേ. കായലിൽ ഓരോ മകൾക്കും ഈ കൂട്ടായ്മയിലുള്ള 7 മക്കളുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവിന്റെ തീയഭിഷേകം കടന്നു വന്ന് നിൽക്കുന്നതായിട്ട് ഈശോ സന്ദേശം തരുന്നു. 7 മക്കളും നിങ്ങളായിരിക്കുന്ന വീടുകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു. വഴി നടത്തുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ വഴി നടത്തുന്ന അനുഭവങ്ങൾ. യേശുവേ മഹത്വം 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 മഹത്വം. മിലി സിസ്റ്ററിനെ കർത്താവ് പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. മിലി സിസ്റ്ററിനെ പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് നിറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു. He is anointing you to proclaim his word. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. മഹത്വം 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 മഹത്വം. Thank you Jesus. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. Thank you Holy Spirit. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാൻ 10 അതിന്റെ 4 പറയുന്നു, തനിക്കുള്ളതിനെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടി അകലും. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഈശോ പറയുകയാണ്, നമ്മളെ മുൻപിൽ നിന്ന് നടത്തുന്ന കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ആടുകൾ അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് അവനെ അനുഗമിക്കുന്നു. തനിക്കുള്ളതിനെ എല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു. നമുക്ക് മുൻപേ നടക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈശോ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കണം. ഇവിടെ ഈശോ ശിഷ്യന്മാരോട് ഈ ഉപമ പറയുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്, ഒരു സമയം വരും നിങ്ങൾ എന്റെ ശബ്ദം ലിറ്ററലി ഞാൻ നയിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതാണ് റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനെ ഫോളോ ചെയ്യുന്നു. അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് വരികയല്ല. ദൈവത്തിന്റെ ആത്മാവിന് നമ്മൾ ആ ലീഡിങ്ങിനകത്തേക്ക് വരുന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ
ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്, ഇപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ ഓസ്ട്രേലിയയുടെ കൂട്ടായ്മയിൽ അങ്ങ് വന്ന് ഇറങ്ങി നിൽക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ബലം പിടിച്ച ചിലപ്പം പരിശുദ്ധാത്മാവിന്റെ മഹത്വം അനുഭവിക്കേണ്ടതുപോലെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇന്നത്തെ കൂട്ടായ്മയിൽ നീ ഇത് സംസാരിക്കണം, ഇത് സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മഹത്വത്തെ അയക്കും. ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും അഭിഷേകവും വെളിപ്പെടുവാൻ ഇടയായി തീരും. അതാ ഈശോ പറഞ്ഞത്, തനിക്കുള്ളതിനെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുൻപേ നടക്കുന്നു, അവന്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുഗമിക്കുവാൻ, ആ സ്വരം മനസ്സിലാക്കി ആ സ്വരം തിരിച്ചറിഞ്ഞ് ആത്മാവിന്റെ കൂടെ ചേർന്ന് നിൽക്കുവാൻ. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പൗലോസ്ലീഹ ഏഷ്യയില് സുവിശേഷം പറയാൻ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പൊ ഏഷ്യയല്ല, ഇപ്പൊ യൂറോപ്പിന് പോണം. ഏഷ്യയിൽ പോയാൽ അപകടമുണ്ട്, യൂറോപ്പിൽ പോണം. ഹല്ലേലൂയ. ഈശോനെ കല്ലെറിഞ്ഞ് ഒരു 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 മലയുടെ മുകളിൽ നിന്ന് ഉന്തിത്തള്ളി അവര് ഈശോനെ കൊല്ലാൻ അവിടെ നോക്കുന്ന സമയത്ത് വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഈശോ അവരുടെ മധ്യയിലൂടെ നടന്ന് ഇറങ്ങിപ്പോയി. അല്ലെങ്കിൽ ആ ഒരു പ്രതികൂല സാഹചര്യം നിൽക്കുവോ, ഈശോനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഈശോനെ മലയുടെ മുകളിൽ നിന്ന് ഉന്തിത്തള്ളി ഇടാൻ വേണ്ടി ഒക്കെ നോക്കുന്ന സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവപുത്രൻ അനുഭവിച്ച സഹനങ്ങൾ എത്ര മാത്രമായിരുന്നു. ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു, ഒരു ദേശത്ത് വെളിപ്പെടുന്നു, അവിടെയുള്ള ആൾക്കാർ എങ്ങനെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുകയാണ്, അവിടെ പിശാച് ബാധിച്ച വ്യക്തിക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞതിന് തൊട്ട് പുറകെ ആ നാട്ടുകാർ പറയും, ഈശോ നീ ഇവിടം വിട്ടു പോ, ഇവിടെ ഞങ്ങൾക്ക് നിന്നെ വേണ്ട. പരിശുദ്ധാത്മാവിന് ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോയോട് പറയുകയാണ് അവിടം വിട്ടു പോകാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ അനുഭവിക്കുന്ന റിജക്ഷൻസിനേക്കാളും എത്രയോ വലിയ റിജക്ഷൻസ് കർത്താവായ യേശു, നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവപുത്രൻ ഈശോ തമ്പുരാൻ അനുഭവിച്ചിട്ടുണ്ട്. അവൻ എത്രമാത്രം റിജക്ഷൻസിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിനെ ഇവർ റിജക്ട് ചെയ്തപ്പോൾ ആ റിജക്ഷൻസിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മനുഷ്യരല്ല, അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പിശാചിന്റെ ദുരാത്മ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ഇപ്രകാരം കാൽവരി മലമുകളിൽ കുരിശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ബൈബിളിനകത്തെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ പറ്റുന്നത്. മാത്രമല്ല, ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ നമുക്ക് തരുന്ന സന്ദേശങ്ങളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. എഫേസോസ് 6:12 പറയുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഇപ്പോൾ ചില വ്യക്തികൾ പറയാറുണ്ട്, ഇതൊന്നും ഇല്ല, ഇങ്ങനൊരു സംഭവം ഇല്ല, ഇതെല്ലാം മൈൻഡിലാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എന്തേ നിയന്ത്രിക്കാൻ പറ്റാതെ, ഇതെല്ലാം മൈൻഡിലാണെങ്കിൽ മൈൻഡ് അങ്ങ് ക്ലിയർ ചെയ്താൽ പോലെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ കാരണം വചനത്തിൽ അതിന് ഉത്തരവുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിയും നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ അരൂപിയും നമ്മളോട് പറയും ഇതൊന്നും ഇല്ല. ഹല്ലേലൂയ. എന്നാൽ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ ഈ പടവെട്ടുമ്പോൾ നമുക്ക് തന്നെ പടവെട്ടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്നിരിക്കും. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൂടെ നമ്മൾ സമയം ചെലവിടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, നമുക്ക് ചിലപ്പം നമ്മുടെ ചുറ്റും എന്ത് സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മളിലൂടെ സ്വർഗം നമ്മളായിരിക്കുന്ന, നമ്മൾ വസിക്കുന്ന നമ്മുടെ വീട്ടിനകത്തും, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളൊരു കൗണ്ടിലാണെങ്കിൽ ആ കൗണ്ടിൽ, ആ സബർബിലാണ്, ആ സബർബിനെ മുഴുവനും സ്വർഗം ദൈവത്തിന്റെ സർവൈലൻസിന്റെ കീഴിലേക്ക് കൊണ്ടുവരികയാണ്. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോ പറഞ്ഞു, സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും. ലോർഡ്സ് പ്രയർ പഠിപ്പിച്ച സമയത്ത് ഈശോ പറഞ്ഞു, ദൈവരാജ്യം സ്വർഗത്തിലെ പോലെ തന്നെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ തന്നെ ഈ ഭൂമിയിലും. അങ്ങയുടെ രാജ്യം വരണമേ, ഈ ഭൂമിയിലേക്ക് ദൈവത്തിന്റെ രാജ്യം കടന്നു വരണം. അപ്പൊ ദൈവത്തിന്റെ സ്വപ്നം എന്താണ്? ദൈവത്തിന്റെ സ്വപ്നം ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ആ മഹത്വം ഈ ഭൂമിയിൽ കടന്നു വരണം, ദൈവരാജ്യം ഈ ഭൂമിയിൽ കടന്നു വരണം, ദൈവമഹത്വം ഈ ഭൂമിയിൽ ഇറങ്ങി നിൽക്കണം. ഇത് ഈശോ പഠിപ്പിക്കുന്നത് രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരുന്ന
ഒരു ലോകത്തിലാണ്, ഏകാധിപതിമാർ വാണിരുന്ന ഒരു ലോകത്തിൽ കർത്താവ് ഇത് പഠിപ്പിക്കുക. ഈ ഭൂമിയിൽ ദൈവരാജ്യം കടന്നു വരും, എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും വസിക്കുന്ന ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടാകണം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഗോസ്പൽ പ്രസംഗിക്കുവാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെയാണ് ഈ ഭൂമിയിൽ മാറ്റങ്ങൾ വരുവാൻ തുടങ്ങിയത്. ഈശോയുടെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ തുടങ്ങിയപ്പോൾ ഈ ഭൂമിയിൽ ചേഞ്ചസ് വരുവാൻ തുടങ്ങി. ഇന്ന് 2000 വർഷം കഴിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ഇന്നും പരിശുദ്ധാത്മാവ് ചേഞ്ചസ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ പ്രതിസന്ധികളായിരിക്കും. പിശാച് അന്നും ഇന്നും എന്നും പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവനാണ്, തടസ്സം നിൽക്കുന്നവനാണ്, ലോകത്തെ നശിപ്പിക്കാൻ നോക്കുന്നവനാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യരെയും ലോകത്തെയും സകലത്തിനെയും നശിപ്പിക്കുവാൻ പിശാച് നോക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ സകലരെയും രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നോക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവിന് കോപ്പറേറ്റ് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിന് കൂടെ നിൽക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗം ഇങ്ങനെ തിരയുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗം തിരയുകയാണ്. ഹൂ വിൽ കോപ്പറേറ്റ് വിത്ത് മീ? യെശയ്യാ 6:8 പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇന്ന് കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. ഹല്ലേലൂയ. എന്നെ നിന്റെ സമാധാനത്തിന്റെ ഉപകരണമാക്കണമേ. ഓസ്ട്രേലിയയെ കുറിച്ച് ഞാൻ എവിടെയോ കേട്ടൊരു പ്രൊഫസിയാണ്. ഓസ്ട്രേലിയ ഇസ് നോട്ട് ആസ് എ സദേൺ ലാൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സദേൺ ലാൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം ഏറ്റവും അധികം ഒരു പ്രവചനമായിട്ട് ദൈവം കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്, ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസ്. ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഓസ്ട്രേലിയക്ക് ഉണ്ട്. പക്ഷേ ലൗകികമായിട്ടുള്ള വേൾഡ്ലി സ്പിരിറ്റിൽ ഒത്തിരി പേര് പൊസസ്ഡ് ആയി. പക്ഷെ അതിലേക്ക് നമ്മൾ നോക്കല് പ്രിയമുള്ളവരെ, നമ്മളെ ഇന്ന് ഈ കൂട്ടായ്മയുള്ള ഓരോ മക്കളെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളിലൂടെ ഓസ്ട്രേലിയയിലെ ജനങ്ങൾ മുഴുവനും ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നതിനാണ്. സോ ലുക്ക് അൻ ടു ജീസസ്. ഈശോ ഇതിലും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. പക്ഷെ ഈശോയിലൂടെ വെളിപ്പെട്ട മഹത്വം, ആ മഹത്വമാണ് ഇസ്രായേലിനെ മുഴുവനും സർവൈവ് ചെയ്ത് ആ ഒരു സറൗണ്ട് ചെയ്തത്. ഇന്ന് ഓസ്ട്രേലിയ നമ്മൾ നിൽക്കുമ്പോൾ ഓസ്ട്രേലിയ മുഴുവനും ഈശോയുടെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സ്വർഗം തെരഞ്ഞെടുത്ത കരുണയുടെ അംബാസഡർ ആണ് നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഓർത്ത്, അപ്പാ പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ഓസ്ട്രേലിയയുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഈശോയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓസ്ട്രേലിയയെ മുഴുവനും സറൗണ്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു വ്യക്തി എന്നോട് പണ്ട് പറഞ്ഞൊരു ടെസ്റ്റിമണിയാണ്. അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ വ്യക്തി വലിയൊരു തിന്മയുടെ അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് അറിയാം, ഞാൻ ഒരു കത്തോലിക്കനാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ വീട്ടിലിരുന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു വെള്ളക്കാരനായ വ്യക്തിയാണ്, മലയാളി വെള്ളക്കാരനായ വ്യക്തിയാണ്. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഈ വ്യക്തിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്കുള്ള ചില തിന്മയുടെ സ്വഭാവങ്ങൾ, ചില കാര്യങ്ങൾ, അപ്പൊ ഇയാള് ചില സമയത്ത് എന്നോട് ഒന്ന് ഷെയർ ചെയ്യും. അത് ഒരു ദിവസം എന്നോട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്, എനിക്ക് ഇയാള് ഒരു തീവ്രമായ മദ്യപാനത്തിന് അടിമയായ വ്യക്തി, അതുപോലെ സ്മോക്ക് ചെയ്യായിരുന്നു. ഇദ്ദേഹം എന്ന് പറയാണ്, വിത്തൗട്ട് നോ റീസൺ ഐ ക്വിറ്റ് സ്മോക്കിംഗ്. ഐ കാന്റ് ഡ്രിങ്ക്, ഐ കാന്റ് സ്മോക്ക്, ഐ ഡോണ്ട് നോ വൈ, I don't know the reason. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇവിടെ എല്ലാ ദിവസവും ഇവിടെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയുടെ തിന്മയുടെ അരൂപി അവൻ പോലും അറിയാതെ അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈശോയുടെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഓസ്ട്രേലിയയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയത്തില്ല, ചില വ്യക്തികളുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തികൾ അവരെ വിട്ടുപോകുമ്പോൾ അവർ സ്വാഭാവികമായും ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരും. എവിടെയെങ്കിലും സുവിശേഷം പറയുന്നത്, ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ അട്രാക്റ്റഡ് ആയി തീരും. ഇവർ ഈ ദൈവത്തിന്റെ ആത്മാവിലേക്ക് കടന്നു വരും. കാരണം ദൈവത്തിന്റെ ആത്മാവാണ് അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. നമ്മുടെ ഒരു പ്രയറും വേസ്റ്റഡ് ആകുന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ഒരു പ്രയറും ഈശോയുടെ സന്നിധിയിൽ മുട്ടുമടക്കി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും വിഫലമായി പോകുന്നില്ല. അതെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് അതുകൊണ്ട് വലിയ കാര്യങ്ങൾ സ്വർഗത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ശക്തമായ സാന്നിധ്യം വ്യാപരിക്കുന്നു. കഴുത്തിന് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഈശോയുടെ സ്പോണ്ടിലൈറ്റിസ് എടുത്തു കാണിക്കുന്നു. സ്പോണ്ടിലൈറ്റിസ് ഉള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. സ്തുതിച്ചു മഹത്വപ്പെടുത്താം യേശുവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. Thank you, Holy Spirit, for the powerful anointing in this place today. Thank you, Holy Spirit, for your anointing that breaks the yoke, that is dispelling the darkness today in this group. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, യേശുവിന്റെ അഭിഷേകത്തിന് കൂട്ടായ്മ
നിറയ്ക്കണമേ. യോഹന്നാൻ 7:38 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ഇന്ന് പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്ത് തിരുനാളിൽ കടന്നു വന്നതുപോലെ ഇന്ന് ഞങ്ങളുടെ ഉള്ളിലേക്കും കടന്നു വരണമേ, ശക്തിപ്പെടുത്തണമേ, ആത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ശക്തമായ ആത്മാവിന്റെ അഭിഷേകം ഈ കൂട്ടായ്മയിൽ ഒഴുകി നിൽക്കുന്നു. സ്തുതിച്ചു മഹത്വപ്പെടുത്താം യേശുവിനെ. തടസ്സങ്ങൾ, ബന്ധനങ്ങൾ കീറിക്കളയുന്ന കർത്താവ് ഈ ആത്മാവിന്റെ സ്വാതന്ത്ര്യം കടന്നു വരുമ്പോൾ ഉള്ളിലുള്ള ദുഷ്ടാരൂപികൾ വിട്ടുപോകുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, ആരാധന, ആരാധന. യൂദാസ് 1:18, യോഹന്നാൻ 14:25, യെശയ്യാ 40:31, യാക്കോബ് 5:15, ലൂക്കാ 18:27, സങ്കീർത്തനം 37:4 വചനത്തിന്റെ അഭിഷേകം കൂട്ടായ്മയിൽ വെളിപ്പെടുന്നു. യോഹന്നാൻ 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. കർത്താവേ, ഈ മെയ് മാസം പരിശുദ്ധാത്മാവിന്റെ മാസമാക്കിയാൽ ഈ മെയ് മാസത്തെ ഈ അവസാന ദിവസം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ കൂട്ടായ്മ ആത്മാവിന്റെ നിറവിൽ നിറയപ്പെടട്ടെ. ഈ ഒരു മാസക്കാലം ഞങ്ങൾ കേട്ടത് മുഴുവനും പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ. ഇതേ പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ഇന്ന് സന്ദർശിക്കാതെ പോകരുതേ, സന്ദർശിക്കാതെ പോകരുതേ. പരിശുദ്ധാത്മാവെ, ഓരോ മക്കളെയും ആത്മാവിന്റെ ശക്തി കൊണ്ട് സ്വർഗ്ഗമെന്ന് നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ഫോർ ദ വിൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ ശക്തമായ കാറ്റടിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവിനെ കാറ്റടിക്കുന്നു, കാറ്റടിക്കുന്നു, കാറ്റടിക്കുന്നു. സുവിശേഷം പ്രഘോഷിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ ഇതാ കൂട്ടായ്മയിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഒരു ആന്റി റൂമിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആന്റിയുടെ ഉദരഭാഗത്തേക്ക് ആത്മാവിന്റെ ശക്തി ശക്തമായിട്ട് ഇറങ്ങി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ പ്രാർത്ഥിച്ചു. ഇത് പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഒരു ദിവസമാണ്, ഒരു സമയമാണ്. ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ സ്വതന്ത്രമായി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇത് പരിശുദ്ധാത്മാവ് ഒരുക്കിയതായതുകൊണ്ട് ഈ സമയത്ത് വീട്ടിലിരുന്ന് സ്വതന്ത്രമായി പ്രാർത്ഥിച്ചു. ആത്മാവിന്റെ ശക്തി വ്യക്തമായി നിങ്ങളുടെ ശരീരത്തിൽ തിരിച്ചറിയാവുന്ന തരത്തിൽ സ്വർഗം അയക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ദൈവത്തിന്റെ മക്കളെ സ്വർഗം നിറയ്ക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവെ, 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 പരിശുദ്ധാത്മാവെ. രണ്ടുപേരുടെ ശരീരത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാതെ ദൈവമഹത്വം കടന്നു വന്ന് ദൈവശക്തിയിൽ അവർ നിറയപ്പെടുന്ന ഈശോ കാണിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. 2 മക്കബാർ 8:18 നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം, പരിശുദ്ധാത്മാവ ദൈവം ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതിനെ നന്ദി പറയുന്നു. എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എടുത്തു മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെടുന്നതിനെ നന്ദി പറയുന്നു. സ്വർഗത്തിന്റെ മഞ്ഞാ പേടകമാകുന്ന വളങ്ക് കടലാകുന്ന പരിശുദ്ധ അമ്മയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പരിശുദ്ധാത്മാവിന് വലിയൊരു പകർച്ച ഓസ്ട്രേലിയയുടെ ഈ കൂട്ടായ്മയിൽ ഈ കാലഘട്ടത്തിൽ കർത്താവേ നീ അയക്കുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം, 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 മഹത്വം. ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ പ്രാർത്ഥിക്കുക. ഈശോ നമ്മുടെ കൂടെ കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈശോയുടെ ആണിപ്പെടുത്തുള്ള കരം ഓരോ മക്കളുടെയും ശിരസിൽ വെച്ച് അവൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവേ മഹത്വം, 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 മഹത്വം. Thank you, Holy Spirit. Thank you, Holy Spirit. നമ്മളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, പാപത്തിൽ നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ്, നീ കൂട്ടായ്മയിൽ കടന്നു വരുന്ന സഹനത്തിന്റെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന 2 മക്കളെ എടുത്തു കാണിക്കുന്ന കെട്ടിയിട്ടപ്പെട്ട ഒരവസ്ഥ, കെട്ടിയിടപ്പെട്ട അവസ്ഥ, വീടിനകത്ത് കെട്ടിയിടപ്പെട്ട കൺഫൈൻഡ് അവസ്ഥ, കൺട്രോളിങ്ങിന്റെ അവസ്ഥ, ഒത്തിരി കൺട്രോളിങ്ങിന്റെ അവസ്ഥ. ബൈബിളില് ഇത്തരത്തിൽ കൺട്രോൾ ആയപ്പെട്ടവരാണ് ഈശോയുടെ ശിഷ്യന്മാര്, ഏലിയ പ്രവാചകൻ, അതുപോലെ തന്നെ മോശ, പത്രോസ് ലീഹ, പൗലോസ് ലീഹ. ഈശോയുടെ ശിഷ്യന്മാരെല്ലാം ഇതിനെ ഫൈറ്റ് ചെയ്തവരാണ്. ജെസബേലിക് സ്പിരിറ്റ്, കൺട്രോളിംഗ് സ്പിരിറ്റ്സ്, അതുപോലെ ഇന്റിമിഡേഷൻ സ്പിരിറ്റ്സ്, മാനിപ്പുലേഷൻ, ഇതൊക്കെ ഈശോയുടെ ശിഷ്യന്മാരും കടന്നുപോയതാണ്. എന്നാൽ ഇതിന്റെയൊക്കെ നടുവിൽ അവരുടെ കൂടെ ആത്മാവിന്റെ
പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ അതൊന്നും അവരെ തൊട്ടില്ലെന്ന് മാത്രമല്ല, അവര് പോലും അറിയാതെ അവരെ അതിനെ ജയിപ്പിച്ച് ഓവർകം ചെയ്ത് അവരെ പുറത്തു കൊണ്ടുവന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവാം ദൈവം. എവിടെയൊക്കെ സഹനമിട്ട് പിശാച് ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ആ സഹനത്തെ സ്വർഗത്തിന്റെ അംഗീകാരമായി ഏറ്റെടുത്തുകൊണ്ട് ആ സഹനത്തിൽ ഉറച്ചു നിന്ന് ദൈവം തന്ന സമ്മാനമാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിന്റെ ശക്തിയിൽ നിറയും. ആ ഒരു പ്രഖ്യാപനത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ ആ സഹനത്തെ പരിശുദ്ധാത്മ അഭിഷേകമാക്കി മാറ്റി. അഭിഷേകത്തിലൂടെ അതിനെ തരണം ചെയ്തപ്പോൾ അവരിലൂടെ അനേകായിരങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈശോയുടെ ശിഷ്യന്മാരായിരുന്ന ഈശോയുടെ അപ്പസ്തോലനായിരുന്ന പൗലോസ് ലീഹയെയും സീലാസിനെയും ജയിലിൽ കൊണ്ടുപോയിട്ട് ഈശോനെ പ്രഘോഷിച്ചതിന്റെ പേരിൽ അവർ ജയിലിൽ പോയി കിടക്കുകയാണ്. ഹല്ലേലൂയ. ജയിലിൽ കിടക്കുന്ന അവസ്ഥയിൽ അവിടെ കിടന്നുകൊണ്ട് അവർ ഈശോനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ അടുക്കിലേക്ക് കടന്നു വന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഈ ഒരു ഭാഗം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം. അത് ഇവര് ജയിലിൽ പോകുവാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമായ ഒരു കാരണമാണ്. ഇവര് സുവിശേഷം പറഞ്ഞത് മാത്രമല്ലായിരുന്നു അവിടുത്തെ ഒരു പ്രശ്നം. അവിടെ ഇവര് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ട് ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായമുണ്ടാക്കിയിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കാണുകയാണ്. അവർ പൗലോസിന്റെ ഞങ്ങളുടെയും പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. അവർ നിങ്ങളോട് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി, കാരണം അത് പരിശുദ്ധാത്മാവല്ലായിരുന്നു. ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അപ്പൊ പ്രവചനങ്ങൾ നടത്തുന്നത് എല്ലാം ഒന്നും പരിശുദ്ധാത്മാവ് അല്ല. വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, ഭാവി പ്രവചനം നടത്തുന്ന വ്യക്തി. ഇവിടെ ഭാവി പ്രവചനം നടത്തിയ വ്യക്തി പരിശുദ്ധാത്മാവിലല്ല ഭാവി പ്രവചനം നടത്തിയത്. അപ്പോൾ പല പ്രവചനങ്ങളും ലോകത്തിലുള്ളവർ പലരും പ്രവചിക്കും, അതെല്ലാം ഒന്നും പരിശുദ്ധാത്മാവിൽ ഉള്ളതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, ഭാവി പ്രവചനം വഴി അവൾ തന്റെ യജമാനന്മാർക്ക് വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിറകെ വന്ന് വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. അവര് റോങ് ആയിട്ടൊരു കാര്യമല്ല പറഞ്ഞത്, റൈറ്റ് ആയിട്ടൊരു അത്യുന്നതനായ ദൈവത്തിന്റെ ദാസരാണ്. അവർ നിങ്ങളോടും രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു. പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി. അവൻ തിരിഞ്ഞ് അവളിലെ ആത്മാവിനോട് പറഞ്ഞു, അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു. ഇവിടെ രണ്ട് കാര്യമാണ് വെളിപ്പെടുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ അധികാരം. മറ്റേത് ആത്മാവിന്റെ മേലും അധികാരമുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന എല്ലാ വ്യാപാര ശക്തികളുടെ മേലും അധികാരമുള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും സ്പിരിറ്റ്സിനെ ഡിസേൺ ചെയ്യുവാൻ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താണ് ചില വ്യക്തികൾ പറയുന്നതിന് പിന്നിലെ കാരണം. നമ്മളൊക്കെ ചില വ്യക്തികൾ പലപ്പോഴും വാരഫലങ്ങൾ, ആ ഫലം ഈ ഫലം ഒക്കെ നോക്കി പണ്ട് പോകാറുള്ളപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഇവിടെ ഈശോയുടെ ശിഷ്യന്മാര്, ഈശോയുടെ അപ്പസ്തോലനായിരുന്ന പൗലോസ് ലീഹ ആ ദുരാത്മാവ് ബാധിച്ച, അശുദ്ധാത്മാവ് ബാധിച്ച അല്ലെങ്കിൽ ഭാവി പ്രവചനം ചെയ്യാൻ അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ച ആത്മാവിനെ ശാസിക്കുന്ന സമയത്ത് അവളിൽ നിന്ന് അത് പുറത്തു പോവുകയും തൽക്ഷണം അത് പുറത്തുപോയി. അവിടെ എഴുതിയിരിക്കുന്നു, തൽക്ഷണം അത് പുറത്തുപോയി. അവളുടെ യജമാനന്മാർ തങ്ങളുടെ ആദായ മാർഗം നഷ്ടപ്പെട്ടെന്ന് കണ്ടപ്പോൾ പൗലോസിനെ സീലാസിനെ പിടികൂടി വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്ന്? വലിച്ചിഴച്ച് പൊതുസ്ഥലത്ത് അധികാരികളുടെ മുൻപിൽ കൊണ്ടുവന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, പിശാച് ബാധിച്ചവൻ സുഖപ്പെട്ടപ്പോൾ നാട്ടുകാർ ഈശോയോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ദേശം വിട്ടുപോവുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അതിന് തൊട്ട് പുറകെ ചില സഹനങ്ങൾ ചിലപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സഹനത്തെ നോക്കി പേടിക്കരുത്. കാരണം എന്താണെന്ന് അറിയാമോ? ആ സഹനം വരുമ്പോൾ തന്നെ അതിന്റെ 10 ഇരട്ടി അഭിഷേകം ആ സഹനത്തിൽ തളരാതെ ഈശോനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗമയക്കും. അതിന്റെ അടയാളമായിരുന്നു അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ തടവറയിലെ അത്ഭുതം. ഇവിടെ ഈ ദുരാത്മാവ് ബാധിച്ച, അശുദ്ധാത്മാവ് ബാധിച്ച ആ ഒരു സ്ത്രീയെ, പിശാച് ബാധിച്ച ആ സ്ത്രീയെ, ആ ഭാവി പ്രവചനം നടത്തിയ വ്യക്തിക്കെതിരെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അതിനോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ആ നാട്ടുകാരെല്ലാരും പിടികൂട്ടി ഇവരെ വലിച്ചഴിച്ചുകൊണ്ട് പോയി. ഓർത്ത് നോക്കി, വലിച്ചഴിച്ചു. വലിയൊരു സഹനമാണ്. വലിച്ചഴിച്ചുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടുപോയി ഇട്ടേക്കുവാണ്. എവിടെ ഇട്ടേക്കുന്നത്? ജയിലിൽ. എവിടെയാ? ഇന്നർ പ്രസൺ, അകത്തെ പ്രസൺ.
ഇന്നർ പ്രസനിൽ കൊണ്ടിട്ടേക്കുക. അവരതിന് ഇത്രമാത്രം അവരവര് ഈ ഒരു സഹനത്തിലൂടെ കടന്നു പോകേണ്ട ഒരു തെറ്റൊന്നും അവരവിടെ ചെയ്തിട്ടില്ല. അർഹതയില്ലാത്തൊരു അവർക്ക് അങ്ങനെ ഒരു സഹനത്തിന്, ആ സഹനത്തിന് അവർ യോഗ്യരാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, അവർ ഈ തടവറ എന്ന് പറയുന്നത് തിന്മ ചെയ്തിട്ടുള്ളവരാണ്, ക്രിമിനൽസ് ആയിട്ടുള്ളവർ കിടക്കേണ്ട സ്ഥലമാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ശുശ്രൂഷ ചെയ്തതിന്റെ പേരിൽ ഇവരെ കൊണ്ട് തടവറയിൽ കൊണ്ട് ഇട്ടേക്കുവാണ്. ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നീ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഏതെങ്കിലും വ്യക്തിയിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കുന്ന നീ സ്റ്റോപ്പ് ചെയ്യരുത്. അവിടെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നീ ആ സഹനത്തെ ഏറ്റെടുത്തുകൊണ്ട് സ്തുതിക്കണം. സ്തുതിക്കുമ്പോൾ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ കാണുവാൻ നീ ഇടയായി തീരും. പൗലോസ്ലീഹ ഇന്ന് വരെ ശുശ്രൂഷയിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. കൂടെയുള്ള തടവുകാർ കേട്ടോണ്ട് ഇവന്മാര് തന്നെ ചെയ്യുക, ഇവിടെ കിടന്ന് പാടിക്കൊണ്ടിരിക്കുക, സ്തുതിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാർ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഹല്ലേലൂയ. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിന്റെയും സീലാസിന്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വ്യക്തി കാരാഗ്രഹത്തിന് കാവൽ നിന്ന കാവൽക്കാരൻ ചോദിക്കുകയാണ്, യജമാനന്മാരെ, എവിടെ നിന്നാണ് ഈ പവർ വരുന്നത്? ഞങ്ങളുടെ ഈ കാരാഗ്രഹത്തെ മുഴുവൻ കുലുക്കി കളഞ്ഞ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഈ പവർ എവിടെ നിന്ന് വന്നു? ഹല്ലേലൂയ, ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. അവിടെ ഈശോയുടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇത് വന്നത് ഒരു സ്ഥലത്തൊന്നുമല്ല. നിങ്ങളൊക്കെ കണ്ട കേട്ട ഒരാളുണ്ടല്ലോ, ഇവിടെ ക്രൂശിക്കപ്പെട്ട ഒരാളുണ്ടല്ലോ, ആ ക്രൂശിക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റായിരുന്നു. അവനിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവ് കടന്നു വരുന്നു. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. ഉദ്ധിതനായ യേശുവിന്റെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവ് കടന്നു വരുന്നു. തിരുഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ആത്മാവ് കടന്നു വരുന്നു. തിരുഹൃദയ ഭക്തിയുള്ള മക്കളുടെ അടുക്കിലേക്ക് ഈ ആത്മാവ് കടന്നു വരുന്നു. ഇവിടെ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ച് ഈശോയുടെ കൂടെ ഇരുന്ന് പൗലോസും സീലാസും കീർത്തനം പാടി ഈശോനെ സ്തുതിച്ചു മഹത്വപ്പെടുത്തിയപ്പോൾ their praise changed the atmosphere. അവരുടെ സ്തുതികൾ അറ്റ്മോസ്ഫിയറിനെ മാറ്റിമറിച്ചു. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഏതോ ഒരു വ്യക്തി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, എന്നാൽ സഹനങ്ങൾ വന്നു, സഹനങ്ങളിൽ കൺഫൈൻഡ് ആണ്. ഈശോ പറയുന്നു, കഴിഞ്ഞ 3 ആഴ്ചകൾ നീ ചെയ്ത ശുശ്രൂഷകളിൽ, നിന്റെ ശുശ്രൂഷകളിലൂടെ നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നെങ്കിൽ നീ ഇന്ന് പ്രൈസ് ചെയ്തോ, ഈശോനെ സ്തുതിച്ചോ, അവനെ മഹത്വപ്പെടുത്തിക്കുകയോ, നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആത്മാവിന്റെ ശക്തി ഈ വരുന്ന ആഴ്ചകളിൽ നീ കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇന്ന് വരെ അനുഭവിച്ചതിലും അധികമായി ഈ നാളുകൾ നീ അനുഭവിക്കും. അടുത്തൊരു ലെവലിലേക്ക് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നീ കാണാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ്, അപ്പോസ്തലന്മാർ ചങ്ങലകളിൽ കിടക്കുമ്പോൾ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച പരിശുദ്ധാത്മാവ്, അവർക്ക് ശക്തി അഭിഷേകമായി തീർന്ന പരിശുദ്ധാത്മാവ്, അവരെ വഴി നടത്തിയ പരിശുദ്ധാത്മാവ്, ദുരാത്മാക്കളെ ശാസിക്കുവാൻ അവർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്, ഈശോയുടെ കൂടെ ഇരുന്ന് അനേക പിശാചുകളെ പുറത്താക്കിയ പരിശുദ്ധാത്മാവ്, ഈശോയുടെ കൂടെ ഇരുന്ന് അനേക രോഗികളെ സൗഖ്യമാക്കിയ പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവർക്ക് ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് ലോകത്തിന്റെ അറ്റത്തോളം ഈശോയുടെ സുവിശേഷമായി അവരെ കടന്നു പോകാൻ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ഈ കൂട്ടായ്മ നിറയ്ക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഓരോ മക്കളുടെ അടുക്കലും ഈ ജ്വാലകൾ പോലത്തെ നാവുകളായി പരിശുദ്ധാത്മാവ് നേരിട്ട് കടന്നു വന്ന് ഓരോ മക്കളെ സ്പർശിക്കുന്നു, ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു, ഓരോ മക്കളെ ഫില്ല് ചെയ്യുന്നു, ഓരോ മക്കളിലേക്കും അനോയിറ്റിംഗ് ഫില്ലിംഗ്, പരിശുദ്ധാത്മാവിന്റെ അനോയിറ്റിംഗ് ഫില്ലിംഗ്, പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് വന്ന് ഈ ശുശ്രൂഷയെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 കത്തുന്ന അഭിഷേകം വ്യാപരിക്കുന്നതിനെ നന്ദി പറയുന്നു. ഈ അഭിഷേകത്തിന് നന്ദി പറയുന്നു. ആത്മാവിന്റെ തീ അഭിഷേകത്തിന് നന്ദി പറയുന്നു. ചില മക്കൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ പരിശുദ്ധാത്മാവിന്റെ റിഫൈനിങ് ഫയർ ശരീരത്തിൽ തീ പോലെ, ചൂട് പോലെ ചില മക്കൾക്ക് അനുഭവം വരുന്നു, തണുപ്പായിട്ട് അനുഭവം വരുന്നു, സുഗന്ധ സാന്നിധ്യമായിട്ട് അനുഭവം വരുന്നു. ആത്മാവിന്റെ അഭിഷേകം ശരീരം മുഴുവൻ നിറയപ്പെടുന്നു. അഭിഷേകം, 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 അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.
മഹത്വം, 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 മഹത്വം. താങ്ക് യു ജീസസ് ഫോർ യുവർ വണ്ടർഫുൾ പ്രസൻസ് ഹിയർ ഇൻ ദിസ് പ്ലേസ്. ഈശോയെ അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഈശോ രോഗികളെ സൗഖ്യമാക്കുന്നു. ഈശോ രോഗികളെ സൗഖ്യമാക്കുന്നു. വീട് മേടിക്കുന്ന സംബന്ധമായ ഒരു തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ കൊണ്ട് കൈ തരുന്നതായിട്ട് കാണിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നു. ഈശോയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് നിൽക്കുന്നതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. Holy Spirit, Holy Spirit, Holy Spirit. Thank you, Lord, for the filling anointing of the Holy Spirit. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Hallelujah, hallelujah, hallelujah. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ നൽകിയ പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ഈ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ വീടുകളിൽ ഒരുമിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതിന് നമുക്കിവിടെ അതിരുകളില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ മറ്റാരെ നോക്കുന്നില്ല, നമ്മൾ ഇട്ട ഡ്രസ്സ് എന്താ നോക്കുന്നില്ല, നമ്മളെ ചുറ്റും ആരുമില്ല, നമ്മൾ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, നമ്മൾ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുന്നേക്കാളും അനോയിറ്റിങ് ഇപ്പം സ്വർഗം അയക്കുന്നുണ്ട്. കാരണം ഇവിടെ നമ്മൾ വേറെ ഒന്നിലേക്ക് നോക്കാതെ പരിശുദ്ധാത്മാവിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഹോളി സ്പിരിറ്റിന്റെ വലിയൊരു ഇമ്പാർട്ടേഷൻ, അപ്പോൾ ദൈവം ഒരുക്കിയ ഒരു ഇമ്പാർട്ടേഷൻ ആണ് ഇന്ന്. സ്വർഗം നമുക്ക് ഒരുക്കിയതാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു നല്ല ദിവസത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, നന്ദി, നന്ദി. കർത്താവേ നന്ദി, നന്ദി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങളുടെ മധ്യേ സ്വർഗം അയച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ യേശുവേ നന്ദി, നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് നല്ലൊരു പെന്തക്കോസ്ത് അനുഭവം അമ്മ ഒരുക്കി തന്നതിനെ നന്ദി പറയുന്നു. അമ്മയുടെ മാതൃഹൃദയത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ ആത്മാവിന്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും ഈശോയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. അനേക മക്കളെ പരിശുദ്ധാത്മാവ് തൊട്ടിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃശ യാചിച്ച ഒരുവനെ നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പെട്ട് കണ്ണുനീർ ചീന്തി ഭാവിയായ ഞാൻ നിന്റെ ദയാധികത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന് മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ പ്രയർ നിർത്തുന്നെങ്കിലും നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ പ്രയർ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ഈശോയുടെ സന്നിധിയിൽ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ഈശോ ഒരു സന്ദേശം തരുന്നുണ്ട്. ഇന്ന് പ്രയർ കഴിഞ്ഞ് നിങ്ങളൊരു പേഴ്സണൽ ടൈം കർത്താവുമായിട്ട് സ്പെൻഡ് ചെയ്യണം. ആ സമയത്ത് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങളോടായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കും. ഈശോയുടെ ചില വ്യക്തമായ ചില സന്ദേശങ്ങൾ വ്യക്തിപരമായ പരിശുദ്ധാത്മാവ് തരും. ഈശോയുമായിരുന്നു ശക്തമായ അഭിഷേകം ഈ കൂട്ടായ്മയിലേക്ക് സ്വർഗം അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കർത്താവുമായിട്ട് കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുക, ഈശോയുടെ കൂടെ ഇരിക്കുക. ഈശോയുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ടും കർത്താവിന്റെ ചില ഇടപെടലുകൾ, പ്രത്യേകമായിട്ട് ലൂക്ക 7:36 പാപനിക്ക് മോചനം എന്നുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് പ്രത്യേകമായിട്ട് വായിക്കുക. അത് വായിക്കുമ്പോൾ ഈശോ ചില സന്ദേശങ്ങൾ തരും. ലൂക്ക 7:36 മുതലുള്ള ഭാഗങ്ങൾ, പാപനിക്ക് മോചനം. ഈശോയുടെ സന്നിധിയിൽ ഇരുന്ന് നമ്മൾ കുറച്ചു നേരം പേഴ്സണലായിട്ട് സമയം ചെലവിടുക. ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനം നമ്മൾ ഓരോരുത്തരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ രക്ഷിക്കാൻ ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഫീസ്റ്റ് ഓഫ് പെന്റക്കോസ്റ്റ്. യേശുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആവേ മരിയ. താങ്ക് യു. Thank you, brother. Thank you. Praise the Lord.